സഖാവ് CPI നേതാവ് സഖാവ് EK വിജയൻ MLA ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സഖാവ് K ബാലൻ മാസ്റ്റർ CPI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി KK ബാലൻ മാസ്റ്റർ CPI കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള സഖാവ് C ഭാസ്കരൻ മാസ്റ്റർ, അതുപോലെ CPI നേതാവ് സഖാവ് R ശശി എന്നിവരും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ അധ്യക്ഷം വഹിക്കാൻ ഉള്ളത് ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ സഖാവ് K ഗംഗാധരക്കുറുപ്പാണ്. അദ്ദേഹത്തെ ഈ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെയും സഹാക്കളെയും സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി സഖാവ് കോയിറ്റോടി ഗംഗാധരക്കുറുപ്പിനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഖാക്കളെ, ഇന്നത്തെ യോഗത്തിൽ നമ്മുടെ റവന്യൂ മന്ത്രി സഖാവ് രാജൻ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അടിയന്തരമായ ഒരു ക്യാബിനറ്റ് യോഗം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തതിനാൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒഞ്ചിയം രക്തസാക്ഷിത്വത്തിൻ്റെ 76ാം വാർഷികം ആഘോഷിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 76 വർഷക്കാലവും അവരെ ഈ ദിനത്തിൽ സ്മരിക്കാറുണ്ട്. ഇനി ഒരു തലമുറ, ഒന്നോ രണ്ടോ തലമുറ കൂടി ഈ ദിനം ഇതേ രൂപത്തിൽ ആചരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തലമുറകൾ അതാണ് ഈ രാജ്യം, നമ്മുടെ ഒഞ്ചിയത്തിന്റെ ഒരു പാരമ്പര്യം. നമ്മള് രക്തസാക്ഷികളെ സ്മരിക്കുന്ന സമയത്ത് ഈ ഒഞ്ചിയം എന്ന് പറയുന്നത് ഇന്നത്തെ ഒഞ്ചിയല്ല. അന്ന് ഈ റോഡില്ല, വീടുകൾ ഇങ്ങനെയല്ല, വീടുകളൊക്കെ ഓല കെട്ടിമേഞ്ഞ വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ, കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർ, കർഷക തൊഴിലാളികൾ, ഇവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ പകർച്ചവ്യാധികളെ നേരിട്ടുകൊണ്ട് ഉള്ളൊരു കാലഘട്ടമായിരുന്നു. അന്ന് സഖാവ് മണ്ടോടിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വളണ്ടിയർ സേന, ഇവിടെ കാട്ടിൽ ആണ്ടിമാഷ്, തൈക്കണ്ടി ആണ്ടിമാഷ്, അതുപോലെ MR നാരായണക്കുറുപ്പ്, VP നാരായണ അടിയോടി, അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു വളണ്ടിയർ സംഘം രൂപീകരിച്ച് കോളറയും അതുപോലെ തന്നെ വസൂരിയും ബാധിച്ച രോഗികളെ ശുശ്രൂഷിക്കാൻ, അവരുടെ മൃതദേഹങ്ങൾ ആവശ്യമെങ്കിൽ മറവ് ചെയ്യാനും ഒക്കെയുള്ള സന്നദ്ധ പ്രവർത്തകരായ ഒരു വലിയ സംഘത്തെ രൂപീകരിച്ചിരുന്നു. വളരെ നിശ്ചലമായ സേവനമാണ് അവർ നടത്തിയത്. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ഉണ്ണികളായി മാറിയ ആൾക്കാരാണ് അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അങ്ങനെ തങ്ങളുടെ വിഷമസന്ധികളിലൊക്കെ തന്നെ തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ആകർഷിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും എന്ന് തന്നെ പറയാം കമ്മ്യൂണിസ്റ്റുകൾ ആയി മാറിയിട്ടുള്ളത്. ഒഞ്ചിയത്ത് അന്ന് ഈ പകർച്ചവ്യാധികൾ വരുമ്പോൾ അതിനെതിരായിട്ടുള്ള അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, ചില അന്ധവിശ്വാസങ്ങൾ. ആ അന്ധവിശ്വാസങ്ങൾക്കെതിരായി ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഒക്കെ അതുപോലെ വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വയോജന വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ ത്യാഗപൂർണമായ സേവനങ്ങൾ അനുഷ്ഠിച്ച വളണ്ടിയർ സംഘടനയെ നേതാവായിരുന്നു മണ്ടോടി കണ്ണനും, അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കുറേ സഖാക്കന്മാർ. എല്ലാവരുടെ പേരും ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് ആ കാലത്ത് 8 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ ഈ ഒഞ്ചിയത്ത് പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അത് അന്ന് വെടിയേറ്റ് മരിച്ച 8 സഖാക്കൾ, പിന്നീട് ഏറ്റുവാങ്ങി മരിച്ച 2 സഖാക്കൾ, ഇവരൊക്കെ തന്നെ എന്തിനു വേണ്ടിയാണ് അവർ സമരം ചെയ്തത്, എന്താണ് അവരുടെ സ്വപ്നം? ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പിന്നീട് വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകളൊക്കെ തന്നെ 1957 മുതൽക്ക് ഉള്ള ഇടതുപക്ഷ ഗവൺമെന്റുകൾ എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഇവരുടെ സ്വപ്നങ്ങൾ
സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ നമ്മൾ ഗവൺമെന്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾക്ക് പിന്നിലൊക്കെ തന്നെ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനവും ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റുകളും ചെയ്ത കാര്യങ്ങളാണ്. മറ്റ് UDF-ന്റെയൊക്കെ ഭരണത്തിൽ ഒന്നും തന്നെ ഒരു പുരോഗതിയും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. ഈ രാജ്യത്ത് വന്ന മാറ്റങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷത്തിന്റെ സംഭാവനകളാണ്. അത് ഈ രക്തസാക്ഷികളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് മാത്രം അനുസ്മരിച്ചുകൊണ്ട്, ഇവർ രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ട്, അവരുടെ വീരസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സഖാവ് TP രാമകൃഷ്ണനെ ഞാൻ സവിനയം ക്ഷണിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നമ്മളെല്ലാം ഒഞ്ചിയം രക്തസാക്ഷിത്വത്തിന്റെ മുമ്പിൽ അഭിമാനം കൊള്ളുന്നവരാണ്. രക്തസാക്ഷിത്വത്തിന് അടിസ്ഥാനമായ രാഷ്ട്രീയ സമരമുണ്ട്. സാമ്രാജ്യത്വത്തിനും ജന്മി നാടുവാഴി വ്യവസ്ഥയ്ക്കും എതിരായ പോരാട്ടമാണത്. ആ പോരാട്ടങ്ങളിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചു വരുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലം ഒഞ്ചിയം സഖാക്കൾ പോലീസിന്റെ അതിനിഷ്ഠൂരമായ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത്. 8 സഖാക്കളാണ് വെടിയേറ്റ് മരിക്കുന്നത്. അളവക്കൽ കൃഷ്ണൻ, മേനോൻ കണാരൻ, പുറവിൽ കണാരൻ, പാറുള്ളതിൽ കണാരൻ, CK ചാത്തു, KM ശങ്കരൻ, BP ഗോപാലൻ, VK രാഘുട്ടി. വെടിയേറ്റ് കേന്ദ്രത്തിൽ വീണ് മരിച്ച സഖാക്കൾ 8 പേരാണ്. സഖാവ് മണ്ടൂടി കണ്ണനും കൊല്ലാച്ചേരി കുമാരനും ലോക്കപ്പിൽ അതിഭീകരമായ മർദ്ദനത്തെ തുടർന്ന് പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് പിന്നീട് മരണപ്പെട്ടവരാണ്. ഏതൊരു വിപ്ലവകാരിക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന ചരിത്രമാണ് ഒഞ്ചിയം രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രം. സഖാവ് മണ്ടൂടി കണ്ണനാണ് വടകര ലോക്കപ്പ് മുറിയിൽ തന്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകിയ രക്തത്തിൽ കൈമുക്കി അരിവാൾ ചുറ്റിക വരച്ചത്. അത് ചിലപ്പോൾ രാജ്യത്തെ വിമോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പങ്കെടുത്ത എത്രയോ സഖാക്കൾ തടവറകളിൽ കഴിഞ്ഞ് ജീവിതം ബലിയർപ്പിച്ചവരാണ്. വിവരിക്കാൻ കഴിയാത്ത അതിഭീകരമായ മർദ്ദനങ്ങൾക്ക് പഴയ കാലത്തെ നിരവധി സഖാക്കൾ വിധേയരായിട്ടുണ്ട്. അരിവാളും ചുറ്റികയും ചുമരിൽ സ്വന്തം ജീവരക്തത്തിൽ പകർത്തിയ ചരിത്രം അത് മണ്ടോടിയുടേത് മാത്രമാണ്. അധീര ദേശാഭിമാനികളായ സഖാക്കളുടെ
ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ മുമ്പിൽ നാം ശിരസ് നമിക്കുകയാണ്. ഇന്ന് സാധാരണ ജനങ്ങൾക്കെതിരായ ആക്രമണത്തിന്റെ രൂപവും ഭാവവും മാറിയിട്ടുണ്ട്. നാം ഇന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടത് ജന്മി നാടുവാഴിത്ത വ്യവസ്ഥക്കെതിരായ സമരങ്ങളിലൂടെ സാമ്രാജ്യത്വത്തെ കടപുഴക്കെറിയാനാണ് നാം ശ്രമിച്ചത്. ആ സമരങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളുടെയും അടിസ്ഥാനം. ഇന്ന് നമുക്കെതിരായ ആക്രമണത്തിന്റെ രീതി മാറിയിട്ടുണ്ട്. ഇന്ന് സാമ്രാജ്യത്വം ഒരു പുതിയ രീതിയിലാണ് ജനങ്ങളെ നേരിടുന്നത്. അത് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയിലെ പ്രത്യേകത വർഗീയതയും കോർപ്പറേറ്റ് വിഭാഗവും, മുതലാളിത്ത ശക്തിയും വർഗീയ ശക്തികളും സന്ധി ചെയ്ത് ജനങ്ങളുടെ ജീവിതത്തിന്റെ നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടപ്പിലാക്കി വരികയാണ്. ഇപ്പോൾ ഈ 2024 ഒഞ്ചിയൻ രക്തസാക്ഷികളെ ഓർമ്മിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷമാണിത്. 2024 പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. രാജ്യത്താകമാനം ജൂൺ 4 വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. ഇന്ത്യയുടെ ഭാവി എങ്ങനെ രൂപപ്പെടുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ നിർണയിക്കപ്പെടുന്നതാണ്. ഇന്ത്യ എന്ന ഒരു പുതിയ കൂട്ടുകെട്ട് രാജ്യത്തിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കാനാണ്, ജനാധിപത്യം സംരക്ഷിക്കാനാണ്, അതിനടിസ്ഥാനമായി നിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇന്ത്യ ഐക്യം ശക്തിപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷ ശക്തികൾ ഇന്ത്യക്കകത്ത് നടത്തിവരുന്ന ശ്രമമാണ് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത്. ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്നവകാശപ്പെടുന്ന കോൺഗ്രസ് പലപ്പോഴും വർഗീയതയുമായി സന്ധി ചെയ്യുകയാണ്. മൃദു ഹിന്ദുത്വ നിലപാട് അവർ സ്വീകരിക്കുകയാണ്. അത്തരമൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ കൂട്ടുകെട്ടിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയില്ല. കേരളം അഭിമാനകരമായ ഒരു വിജയത്തിന് പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും നേർക്കുനേരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോരാടിയത്. അതിന് ഇടവരുത്തിയ സാഹചര്യം കോൺഗ്രസ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമാണ്. ജനങ്ങളുടെ താൽപര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസുമായി കേരളത്തിൽ ഒരു സന്ധിയിലും എത്താൻ നാം സന്നദ്ധമായിട്ടില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഭരണ സംവിധാനം തുടരുന്നുണ്ട്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമാണ്.
പിന്നീട് കേരള രാഷ്ട്രീയ രംഗത്ത് വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് UDF വിട്ടു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായി മാറി. അത് കൂടിച്ചേർന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് ലോകസഭയിൽ 2 അംഗങ്ങളാണുള്ളത്. 18 അംഗങ്ങളും UDFനെയാണ് പ്രതിനിധീകരിച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ UDF സന്നദ്ധമായിട്ടില്ല. ഇവിടെ കണ്ടുവന്ന ഒരു പ്രത്യേകത ഗവൺമെന്റിനെതിരായി UDFും BJPയും ഒന്നിക്കുന്നതാണ്. BJP ചില മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കും. UDF ആ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ച് പിന്തുണ നൽകും. ചില മുദ്രാവാക്യങ്ങൾ UDF മുന്നോട്ട് വെച്ചാൽ BJP അത്തരം മുദ്രാവാക്യങ്ങൾക്ക് പിന്തുണ നൽകുകയും അത് ഏറ്റുവിളിക്കുകയും ചെയ്യുന്ന നില കേരളത്തിൽ നാം അനുഭവപ്പെട്ടു. അത്തരമൊരു സന്ദർഭത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. കേരളത്തിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്ന കോൺഗ്രസുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നീക്കുപോക്കുവിനും നമുക്ക് സാധ്യമായിരുന്നില്ല. അത്തരമൊരു നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും തെരഞ്ഞെടുപ്പിലെ ജയത്തെ മാത്രം ലക്ഷ്യം വെച്ച് ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാൻ വലിയ ശ്രമം കേരളത്തിൽ UDFും BJPയും ചേർന്ന് നടത്തിയിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ പരസ്പരം നീക്കുപോക്കുണ്ടാക്കാനും ചില മണ്ഡലങ്ങളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനും ഇവർ പരസ്പര ധാരണയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വടകര പാർലമെന്റ് മണ്ഡലം അഭിമാനകരമായ വിജയത്തിന് കാതോർത്ത് നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചവർ കഴിഞ്ഞ ഏകദേശം 2 മാസക്കാലത്തോളം വിശ്രമരഹിതമായി പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഉറ്റുനോക്കുന്ന നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങൾ, നമ്മുടെ ഈ സംസ്ഥാനത്തിലെ സാധാരണ ജനങ്ങൾ, അവർക്കെല്ലാം അഭിമാനവും ആവേശകരവുമായ തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ 4-ാം തീയതി വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരമൊരു സാഹചര്യം രൂപപ്പെടുത്തുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് വിജയം അട്ടിമറിക്കാൻ BJPയും വർഗീയ ശക്തികളും കിണഞ്ഞ് പരിശ്രമം നടത്തിയിട്ടുണ്ട്. ആ പരിശ്രമം ജനങ്ങളിൽ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതിന് ഇടവരുത്തിയിട്ടുമുണ്ട്. അതിൽ നിന്ന് ജനങ്ങളുടെ ഐക്യം വീണ്ടെടുക്കാനും വർഗീയമായ നിലപാടുകൾക്കെതിരായി ജനങ്ങളെ അണിനിരത്താനും കഴിയുക ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഈ മുഖ്യ ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളായ CPMഉം CPIയും തന്നെയാണ്. വയനാട്ടിൽ UDFന്റെ പ്രതിനിധിയായിട്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി സഖാവ് ആനി രാജയ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന മതനിരപേക്ഷ ശക്തികളുടെ യോജിപ്പിനു വേണ്ടിയും വർഗീയതയ്ക്കെതിരായും ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്ന സ്ത്രീ പ്രശ്നങ്ങളിലും കുട്ടികൾക്ക് നേരെ ഉയർന്നു വരുന്ന ആക്രമണങ്ങളിലുമെല്ലാം
ഉറച്ച നിലപാടെടുത്ത് ദേശീയ തലത്തിൽ യോജിച്ച പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരുന്നതിലും സാർവദേശീയ തലത്തിൽ ലോകത്താകമാനമുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിലും സജീവ നേതൃത്വമായി പ്രവർത്തിച്ചു വരുന്ന ദേശീയ രാഷ്ട്രീയ നേതാവാണ് സഖാവ് ആനി രാജ. ആനി രാജയെ മുഖ്യമായും നേരിടുന്നത് രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസാണ്. എന്ത് യുക്തിയാണ് ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം പരിഗണിക്കുന്ന സമയത്ത് ഈ നിലപാടിനുള്ളത്? അത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമല്ല. ബി ജെ പിയുമായി ഏറ്റുമുട്ടി ബി ജെ പിയെ തോൽപ്പിക്കാനാണോ രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടുള്ളത്? ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രാധാന്യം കോൺഗ്രസിന്റെ നേതൃത്വം പരിഗണിക്കുന്നുണ്ട് എങ്കിൽ ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കുന്ന നിലപാടല്ലേ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ സ്വീകരിക്കേണ്ടത്? ഇവിടെ വന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് മത്സരിക്കുന്ന നിലപാടാണോ സ്വീകരിക്കേണ്ടത്? അനുഭവങ്ങളാണ്. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്ന നിലയിലേക്കാണ് വരുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച UDFന്റെ പ്രതിനിധി സ്വീകരിക്കുന്ന നിലപാടുകൾ, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ ജനങ്ങളിൽ ഭിന്നത സൃഷ്ടിച്ച് ജനങ്ങളെ വിഭജിച്ചു നിർത്തുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. വർഗീയ ഭീകര നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘടനകളുമായി SDPI, വെൽഫെയർ പാർട്ടി വർഗീയത്തിന്റെ വിഷവിത്തിട്ട് ജനങ്ങളുടെ ഐക്യം ശിഥിലമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ UDFന്റെ ഭാഗത്തു നിന്നും ഈ വടകര പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ളത്, പാർലമെന്റ് മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ ധ്രുവീകരണത്തെയാണ് നാം പരാജയപ്പെടുത്തേണ്ടത്. അത് ഭാവി രാഷ്ട്രീയത്തിലും കൈകാര്യം ചെയ്യപ്പെടുന്ന പ്രശ്നമാണ്. ഇവിടെ ജനങ്ങൾ എത്ര സൗഹൃദമായിട്ടാണ് കഴിയുന്നത്? മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾ വേർതിരിച്ചു നിൽക്കുന്നുണ്ടോ? ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വേർതിരിഞ്ഞു നിൽക്കുമ്പോൾ, ഏറ്റുമുട്ടുമ്പോൾ, ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ അതാണോ കേരളത്തിന്റെ സ്ഥിതി? BJP ഭരണത്തിൽ എത്ര മുസ്ലിം ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു? എത്ര ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു? ഇതല്ലേ അനുഭവം? അതാണോ കേരളത്തിന് മുമ്പുള്ള അനുഭവം? ഇവിടെ ജാതി ഏതായാലും മതം ഏതായാലും മനുഷ്യരെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന മനോഭാവമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നിരന്തരമായ ശ്രമത്തിന്റെ ഭാഗമായി കേരളത്തിൽ രൂപപ്പെട്ടത്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ നമ്മുടെ നാടിന്റെ അഭിമാനമായി എന്നും നാം ഓർക്കുന്ന വാഗ്ബടാനന്ദ ഗുരു ഉൾപ്പെടെയുള്ളവർ ഉഴുതുമറച്ച നവോത്ഥാന മണ്ണാണിത്. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടത്. എല്ലാ തെറ്റായ രീതികൾക്കുമെതിരായി ജനങ്ങളെ ഒന്നിച്ചണിനിരത്തുന്നതിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് ശ്രമിച്ചിട്ടുള്ളത്. യോഞ്ചിയത്തിന്റെ പാരമ്പര്യമില്ലേ? പകർച്ചവ്യാധിക്കെതിരായി, പട്ടിണിക്കെതിരായി, ഇതിനെല്ലാം എതിരായി നടത്തിയ എണ്ണമറ്റ പോരാട്ടങ്ങൾ ഈ മണ്ണിലില്ലേ? പഴയകാലത്ത് ഈ സമരങ്ങളിലൂടെയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ വളർന്ന് ശക്തിപ്പെട്ടത്? ഇതെല്ലാം നമ്മുടെ മുമ്പുള്ള അനുഭവമാണ്. അപ്പൊ ജനങ്ങളെ മനസ്സിൽ ഉയർത്തിക്കാട്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നാനാതരത്തിലുള്ള സമരരീതികൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ സമൂഹത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ നേട്ടങ്ങൾ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ
ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വളർന്ന പട്ടിണിയും ദാരിദ്ര്യത്തിൽ നിന്നും മാറുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുത്തില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ മാത്രം അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ കഴിയാവുന്ന പല കാര്യങ്ങളും മുന്നണി രാഷ്ട്രീയത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലേ? ഇപ്പൊ കേരളം ശ്രദ്ധ ഊന്നുന്നത് എന്താണ്? ദാരിദ്ര്യം പൂർണ്ണമായും അവസാനിപ്പിക്കണം. ദാരിദ്ര്യം പൂർണ്ണമായും അവസാനിപ്പിക്കണം. ദരിദ്രരില്ലാത്ത ഒരു കേരളം. അതിനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുൻകൈയെടുക്കുന്നത്. ദരിദ്രരില്ലാത്ത ഒരു കേരളം രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ അഭ്യസ്തവിദ്യരായ മുഴുവൻ ആളുകൾക്കും തൊഴിൽ വേണം. അവിടെ ജീവിതത്തിന് സുരക്ഷിതത്വം വേണം. അതിന് സഹായകരമായ പദ്ധതികളെല്ലാം സ്വീകരിക്കുന്നു. കേരള ഗവൺമെന്റ് നടത്തിയ ഒരു പഠനത്തിൽ 64,000 കുടുംബങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. കേരളം നടത്തിയ എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെ ഒരു മനുഷ്യനും ഒരു കുടുംബവും പട്ടിണി കിടക്കുന്നില്ല. പട്ടിണിയില്ല. ഭക്ഷണം കിട്ടാത്ത ഒരു കുടുംബവും ഇന്ന് സമൂഹത്തിലില്ല. എന്നാൽ ഭക്ഷണം മാത്രമല്ലല്ലോ ദാരിദ്ര്യത്തിന്റെ അളവുകോൽ. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അത് പല കാരണങ്ങളായിരിക്കാം. ഗവൺമെന്റ് പ്രഖ്യാപിച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അതെങ്ങനെ വാങ്ങിയെടുക്കണമെന്നറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു. വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ റേഷൻ കാർഡില്ലാത്ത ഒരു കുടുംബവുമില്ല. ആർക്കെങ്കിലും റേഷൻ കാർഡ് കിട്ടാനുണ്ടെങ്കിൽ അതെങ്ങനെ വാങ്ങിയെടുക്കണമെന്നുള്ളത് ചിലപ്പോൾ അവർക്ക് അറിവുണ്ടാവില്ല. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായാൽ അവർക്ക് റേഷൻ കാർഡ് കിട്ടി. പെൻഷൻ വാങ്ങാൻ അർഹതപ്പെട്ടവർ, അർഹതപ്പെട്ടുള്ളവർക്കെല്ലാം സാമൂഹ്യ പെൻഷൻ കിട്ടണം. അവരെ സഹായിക്കണം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് ആവശ്യമായ നിർദ്ദേശം നൽകി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പൊതുയോഗത്തിൽ സഖാവ് കെ രാജൻ പങ്കെടുക്കേണ്ടിയിരുന്നല്ലോ. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി. ജനങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഊന്നൽ നൽകുന്ന ഒരു നടപടിയുടെ പൂർത്തീകരണത്തിന് അതിനാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് നിൽക്കേണ്ടി വന്നത്. ഇപ്പൊ ഗവർണർ ബില്ലുകൾ ഒപ്പിട്ട് കൊടുത്തല്ലോ. ഭൂമിയുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഭൂവിതരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ബില്ല് ഈ ഒപ്പിട്ട കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വൈദ്യുതി, എല്ലാ വീട്ടിലും കക്കൂസ്, എല്ലാ വീട്ടിലും കുടിവെള്ളം, എല്ലാ വീട്ടിലും ഫോൺ സൗകര്യം, എല്ലാ വീട്ടിലും ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന നടപടികൾ കേരളത്തിൽ പൂർത്തീകരിച്ചു വരികയാണ്. ആ നടപടിക്രമങ്ങൾ ശക്തിപ്പെടി വരുന്ന സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിന്റെ ഭാഗമായി എല്ലാ കുടുംബങ്ങൾക്കും ഭൂമി ലഭിക്കുക, എല്ലാ ഭൂമിക്കും പട്ടയം കിട്ടുക, എല്ലാ ഭൂമിക്കും നികുതി അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിക്കുക. ചെറിയ ചെറിയ സാങ്കേതികമായ പ്രശ്നങ്ങൾ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കേരളത്തിലെ ഗവൺമെന്റ് പ്രമുഖ പരിഗണന നൽകി നടപ്പിലാക്കി വരികയാണ്. അത്തരമൊരു ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് സഖാവ് കെ രാജന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ഇന്ന് ഈ രക്തസാക്ഷി ദിനാചരണത്തിന്റെ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നത്. അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇങ്ങനെ ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും ആവശ്യമായത്ര പരിഗണന നൽകി പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെയെല്ലാം തകർക്കുന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. സാമ്പത്തികമായ പരിഗണന നൽകുന്ന നമുക്ക് അർഹതപ്പെട്ട വിഹിതം ലഭിക്കുന്നില്ല. നികുതി വിഹിതം നമുക്ക് അർഹതപ്പെട്ടതാണല്ലോ. അർഹതപ്പെട്ട നികുതി വിഹിതത്തിൽ 57,400 കോടി രൂപ
കേരളത്തിന് ലഭിക്കാൻ ബാക്കിയുണ്ട്. അത് തരുന്നില്ല. ഇതിന്റെ മേലെയാണ് ഡൽഹിയിൽ സമരം നടത്തേണ്ടി വന്നത്, സുപ്രീം കോടതിയിൽ കേസിന് പോകേണ്ടി വന്നത്. അങ്ങനെ എല്ലാ ശ്രമങ്ങളും നടത്തി പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ്. ഈ പരിഹാര ശ്രമത്തിൽ കേരളത്തിലെ UDF ഉണ്ടോ? കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി പിന്തുണച്ച MP മാരുണ്ടോ? ഈ സ്ഥിതിയിൽ മാറ്റം വരുത്തണം. MP എന്നത് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന, ജനങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന, ജനങ്ങളുടെ വികസന കാര്യത്തിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്ന നിലയിലേക്ക് MP മാറണം. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പിന് വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് ആക്ഷേപങ്ങൾ ഉന്നയിച്ച്, ആരോപണങ്ങൾ ഉന്നയിച്ച്, ഒരിക്കലും നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത പ്രചാരവേല സംഘടിപ്പിച്ച്, അങ്ങനെ ജനങ്ങൾ അത്രയും വൃത്തികെട്ട നിലയിൽ നികൃഷ്ടമായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യാനാണ് വടകരയിലെ UDF നേതൃത്വം പൊതുവെ ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പിറകിൽ പോവുകയല്ല ചെയ്തത്. ജനങ്ങളുടെ മുമ്പിൽ സത്യം തുറന്നു പറഞ്ഞ് ജനങ്ങളെ ശരിയായ വഴിയിലൂടെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. UDF നടത്തിയ ശ്രമങ്ങളുടെ ദുരന്തം ഭാവി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. അവിടെയും ജനങ്ങളെ സംരക്ഷിക്കാനും ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താനും ശ്രമിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ള ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാടാണ് ഇവിടെ നാം സ്വീകരിച്ചു മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ഈ സാഹചര്യത്തിന്റെ പ്രത്യേകതകൾ പരിഗണിച്ച് ഇന്ന് കോർപ്പറേറ്റുകൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ ഇതിന്റെ സമീപകാലത്ത് ഇലക്ട്രൽ ബോണ്ട് എന്നൊരു സമ്പ്രദായം വന്നല്ലോ. അഴിമതിയല്ലേ അത്? കോർപ്പറേറ്റുകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള സൗകര്യം. അതിനെ എതിർത്ത ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഏതാ? CPI-യും CPM-ഉമാണ്. ഈ 2 പാർട്ടികളാണ് ഇതിനെ ശക്തമായിട്ട് എതിർത്തത്. CPM കോടതിയിൽ പോയി. കോടതിയിൽ പോയ നടപടി അടിസ്ഥാനത്തിലാണ് ഇതിനെ തടയിടുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണല്ലോ, എന്താണ് പേര്, റോബർട്ട് വാദ്ര. അദ്ദേഹം 170 കോടിയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തത്. ഇത് എന്ത് പണമാണ്? ഇതല്ലേ അഴിമതി? ഇങ്ങനെ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി. 8000-ൽ പരം കോടിയാണ് BJP, 2000 കോടിയിൽ പരം രൂപ കോൺഗ്രസ് ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ സമാഹരിച്ചു. എതിർത്തോ? ഈ അഴിമതിക്കെതിരായ നിലപാട് കോർപ്പറേറ്റുകൾക്ക് പണം കൊടുത്ത് അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നത് അവരാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിശ്ചയിക്കുക അവരാണ്. ഇങ്ങനെ ഓരോ മേഖലയിലും വൈദ്യുതി അവരുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിയമം പാസാക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നിയമം അതിന്റെ പരിശോധനാ ഘട്ടത്തിലാണ്. വൈദ്യുതി മേഖല പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുന്ന നടപടികളിലേക്ക് പോവുകയാണ്. അപ്പൊ വൈദ്യുതിയുടെ വില എന്താണെന്ന് തീരുമാനിക്കുക ഇന്ത്യയിലെ കുത്തക മുതലാളിമാരാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. അതിന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നത് കേരളമാണ്. കേരളമാണ് പൊതുമേഖലയുടെ സംരക്ഷണത്തിന് മാതൃകയായി ഇന്ത്യക്കകത്താകമാനം പ്രവർത്തിക്കുന്നത്. ഇതാണ് രാഷ്ട്രീയ സ്ഥിതി. അവിടെയാണ് പുതിയ രീതിയിലുള്ള ആക്രമണം നാം നേരിടേണ്ടി വരുന്നു. ഈ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് സഹായകരമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലും ഇത്തരമൊരു നിലപാട് ഉയർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒഞ്ചിയം രക്തസാക്ഷികളെ ഓർമ്മിക്കുന്ന ഈ സന്ദർഭത്തിൽ, ധീര രക്തസാക്ഷിത്വത്തിന്റെ മുമ്പിൽ നാം ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ സമൂഹത്തോട് നിർവഹിക്കേണ്ടുന്ന ഈ ഉത്തരവാദിത്തം കോർപ്പറേറ്റുകൾക്കെതിരായും വർഗീയ ശക്തികൾക്കുമെതിരായ പോരാട്ടം വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഒഞ്ചിയം രക്തസാക്ഷികളുടെ ഈ മഹത്തായ പൈതൃകം നമുക്ക് കരുത്തു നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിറവേറ്റുന്നതിന്
ഒഞ്ചിയം രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് തലകുനിക്കാം. ഒഞ്ചിയം രക്തസാക്ഷികളുടെ ഉജ്ജ്വല സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി സഖാവ് ആർ ശശി നിങ്ങളോട് സംസാരിക്കും. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഖാവ് TP ഉൾപ്പെടെ വേദിയിലുള്ള ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രമുഖ നേതാക്കളെ, പ്രിയമുള്ളവരെ, 76 വർഷങ്ങൾക്ക് മുമ്പ് 1948 ഏപ്രിൽ മാസം 30-ാം തീയതി പുലരാൻ 7:30 വെളുപ്പിന് മുമ്പ് എന്തിനു ധീരസഖാക്കൾ നിങ്ങൾ ചെഞ്ചുടു ചോര ചൊരിഞ്ഞു, കതിരവനെന്ന് കിഴക്കൻ വിണ്ണിൽ അരുണിമ വിതറും മുമ്പേ എന്ന ചോദ്യം കവിതയിലൂടെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊന്നുമായിരുന്നില്ല. പട്ടിണിയും പരിവട്ടവുമില്ലാത്ത, അല്ലലും അലട്ടലുമില്ലാത്ത, കൊല്ലും കൊലയുമില്ലാത്ത, വഴക്കും വക്കാണവുമില്ലാത്ത, മർദ്ദകനും മർദ്ദിതനുമില്ലാത്ത, സാമ്പത്തിക ചൂഷണമില്ലാത്ത, മറ്റുള്ളവന്റെ വാക്കുകൾ സംഗീതം പോലെ ശ്രവിക്കപ്പെടുന്ന ഒരു നല്ല കാലം, സുന്ദരകാലം സ്വപ്നം കണ്ടുകൊണ്ട് സ്വന്തം വിലപ്പെട്ട ജീവൻ പോലും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധയൂന്നാതെ ഈ നാടിന്റെ മാറ്റത്തിനു വേണ്ടി, നമ്മുടെ നാടിന്ന് കൈവരിച്ചിട്ടുള്ള സമസ്ത മേഖലയിലെയും ജീവിത നേട്ടങ്ങളുടെ അടിത്തറ ഒരുക്കുന്നതിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരാണ് ഈ ഒഞ്ചിയത്തിന്റെ മണ്ണിനൊരിക്കലും മറക്കാൻ പറ്റാത്ത 10 സഖാക്കൾ. അളവക്കൻ കൃഷ്ണനെയും PM കണാരൻ എന്ന മേനോൻ കണാരനെയും പുറവിൽ കണാരനെയും പാറോളതിൽ കണാരനെയും CK ചാത്തുവിനെയും VP ഗോപാലനെയും വട്ടക്കണ്ടി രാഘൂട്ടിയെയും കാവുള്ളം തൊടി മീത്തൽ ശങ്കരൻ KM ശങ്കരനെയും നമ്മൾ ഓർക്കുന്നു. KM ശങ്കരന് വയസ്സന്ന് 16, രാഘൂട്ടിക്ക് വയസ്സ് 16, VP ഗോപാലന് വയസ്സ് 18. അങ്ങനെ 16-നും 20-നും ഇടയിൽ ചോര തുടിക്കുന്ന കാലം, ആ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലം, 8 സഖാക്കൾ ഇവിടെ വെടിയേറ്റു മരിച്ചു വീണു. 2 സഖാക്കളെ മണ്ടോടി കണ്ണനെയും കൊല്ലാശ്ശേരി കുമാരനെയും പിന്നീട് പിടിച്ചുകെട്ടിക്കൊണ്ടുപോയി. വടകര ലോക്കപ്പ് മുറിയിലിട്ട് മണ്ടോടി കണ്ണനെ അതിക്രൂരമായി മർദ്ദിച്ചു. തന്റെ തലയോട്ടി പൊട്ടി രക്തം വാർന്നൊഴുകി തിരുനെറ്റിയിലൂടെ, വിരിമാറിലൂടെ, കണങ്കാലിലൂടെ, അങ്ങനെ സ്വന്തം ശരീരത്തിൽ നിന്ന് പൊട്ടിച്ചിതറി തിന്നിയ ശരീരത്തെ തഴുകിയൊഴുകിയ രക്തം വടകര ലോക്കപ്പ് മുറിയുടെ സിമന്റ് തറയിൽ തളം കെട്ടി നിന്നപ്പോൾ തന്റെ ശരീരത്തിൽ അവശേഷിച്ച ഊർജത്തിന്റെ അവസാന കടികയും സമാഹരിച്ചുകൊണ്ട് തന്റെ ചുണ്ടുവിരൽ തന്റെ തളം കെട്ടി നിൽക്കുന്ന വടകര ലോക്കപ്പ് മുറിയിലെ സിമന്റ് തറയിലെ ചുടുചോരയിൽ മുക്കി ആ വടകര ലോക്കപ്പ് മുറിയുടെ ചുമരിൽ അരിവാൾ ചുറ്റിക ചിഹ്നം ആലേഖനം ചെയ്ത, ഇപ്പോഴും ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹർഷപുളകിതമായ ഓരോർമ്മയുടെ അനുരണനങ്ങൾ സമ്മാനിക്കുന്ന ആ മണ്ടോടി കണ്ണനെ ഈ ഭരണവർഗം എങ്ങനെയായിരുന്നു നേരിട്ടത് എന്ന് നാം കാണുന്നു. തെരുവു പട്ടികളെ പിടിക്കാൻ പട്ടിപിടുത്തക്കാർ വന്നാൽ, 5-10 തെരുവു പട്ടികളെ കഴുത്തിൽ കുരുക്കിട്ട് കൊന്നാൽ സമീപത്തൊരു വലിയ കുഴി കുഴിക്കും. എന്നിട്ട് ആ വലിയ കുഴിയിൽ ഒന്നിച്ചടക്കം ചെയ്യും.
ആ പേപ്പട്ടി സമാനമായിരുന്നു 48-ൽ ഈ ഒഞ്ചിയത്തെ ധീര വീര രക്തസാക്ഷികളെ ഭരണാധികാരി വർഗം നോക്കിക്കണ്ടത്. അന്ന് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ ഇംഗിതം നടപ്പിലാക്കുന്ന മട്ടിൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഭരണാധികാരി വർഗം പ്രവർത്തിച്ചു. വടകര പുറങ്കരക്കടുപ്പുറത്ത് ഒരു വലിയ കുഴി കുഴിച്ചു. എന്നിട്ട് വടകര മുനിസിപ്പാലിറ്റിയുടെ മാലിന്യം വലിക്കുന്ന വണ്ടിയുടെ പിറകിൽ പച്ചോല കെട്ടി കൊല ചെയ്യപ്പെട്ട തെരുവ് പട്ടികളെ പോലെ ഈ ഒഞ്ചിയത്തിന്റെ മണ്ണിലെ ധീര വീര രക്തസാക്ഷികളായ 8 സഖാക്കളുടെ മൃതദേഹം വലിച്ചു കൊണ്ടുപോയി അറബിക്കടലിന്റെ തീരത്ത് വടകര പുറങ്കരക്കടപ്പുറത്തൊരു വലിയ കുഴി കുഴിച്ച് അവിടെ അടക്കം ചെയ്തു. എന്തെല്ലാം നേരിട്ടു ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം അടക്കി വാണ നാളുകളിലാണ് ഈ പ്രസ്ഥാനം പിറവിയെടുത്തത്. ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കാൻ, ഒരു പുതിയ ജീവിത സാഹചര്യം ഒരുക്കാൻ, സാമ്രാജ്യത്വത്തിന്റെയും മുതലാളിത്വത്തിന്റെയും നാടുവാഴിത്വത്തിന്റെയും കൊത്തളങ്ങൾ തച്ചു തകർക്കാൻ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ പിണിയാളികളായി പ്രവർത്തിച്ച ജന്മി നാടുവാഴിച്ച ജാതിപ്രമാണിമാർ ഒരു പുതിയ ജീവിതത്തിനു വേണ്ടി, ഒരു പുതിയ സൂര്യോദയത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധരായ ത്യാഗ സുരഭിലമായി പ്രവർത്തിച്ച ആ കമ്മ്യൂണിസ്റ്റുകാരെ കൊടിയ ശത്രുതയോടെ നോക്കിക്കണ്ടു. പെഷവാർ ഗൂഢാലോചന കേസ്, മീററ്റ് ഗൂഢാലോചന കേസ്, ലാഹോർ ഗൂഢാലോചന കേസ്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ എല്ലാം പേരിൽ കള്ളക്കേസ് ചുമത്തി അവരെ ദീർഘകാലം ജയിലിലടച്ചു. അങ്ങനെ ഈ പ്രസ്ഥാനത്തെ മുളയിലെ നുള്ളിക്കളയാമെന്ന് വ്യാമോഹിച്ചു. എന്നാൽ വെടിയുണ്ടകൾ, ജയിലറകൾ, കൊലക്കയറുകൾ, നിരോധനങ്ങൾ, അപഖ്യാതികൾ എല്ലാം നേരിട്ടുകൊണ്ട് ആ പ്രതിസന്ധിപൂർണമായ സാഹചര്യത്തെ മുറിച്ചു കടന്ന് വളർന്നു മുന്നേറിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഞാൻ നീട്ടുന്നില്ല, മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെ ഇവിടെ സംസാരിക്കാനുണ്ട്. ഇന്ന് രാജ്യം ഭരിക്കുന്ന ഹിന്ദുത്വ ശക്തികൾ അവർ ഈ കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്നു. എന്നാൽ 10-200 വർഷക്കാലം നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്താകെ ഊറ്റിക്കൊണ്ട് കടലുകൾക്കപ്പുറം കെട്ടുകെട്ടിക്കൊണ്ടുപോയ വൈദേശിക മേധാവികളെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുന്നതിനു വേണ്ടി ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ ഭാഷയെന്നോ മതവ്യത്യാസമില്ലാതെ എല്ലാ ഇന്ത്യക്കാരെയും ഒറ്റച്ചരലിൽ കൊടുത്ത മുത്തുമണികളെ പോലെ സാമ്രാജ്യത്വ വിരുദ്ധ വികാരത്താൽ ഏകോപിപ്പിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം ബ്രിട്ടീഷുകാർക്കെതിരായി, ജന്മനാടുവാഴിത്ത ശക്തികൾക്കെതിരായി നമ്മുടെ രാജ്യം തലയിടിച്ചുയർന്നപ്പോൾ ഈ ഹിന്ദുത്വ തീവ്രവാദ ശക്തികൾ എവിടെയായിരുന്നു? 1925 ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോഴാണല്ലോ ഡോക്ടർ കേശവ ബലറാം ഹെഗ്ഡേവാർ RSS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഹൈന്ദവ വർഗീയ ഫാസിസ്റ്റ് സംഘടനയ്ക്ക് ജന്മം നൽകിയത്. 1947 വരെ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ 4 അയലത്തോ ഈ RSS സംഘപരിവാരെ കാണാൻ കഴിയുമോ? ദേശസ്നേഹത്തിന്റെ അട്ടിപ്പേറുകാർ. എന്നാൽ രാജ്യദ്രോഹികളെന്നും ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവരെന്നും അപഖ്യാതി പറയുന്ന ഈ ഒഞ്ചിയത്ത സഖാക്കൾ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് ധീര രക്തസാക്ഷികൾ നിങ്ങൾ നോക്ക്. 4 പേരെ ഒന്നിച്ച് കേരളത്തിൽ ബ്രിട്ടീഷുകാർ കൊന്നത് കമ്മ്യൂണിസ്റ്റുകാരെയല്ലേ? 1943 മാർച്ച് മാസം 29-ാം തീയതി സൂര്യോദയത്തിനു മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ കഴുമരത്തിലെ കൊലക്കയറിനാൽ സ്വന്തം ചങ്കിലെ ചോരഞരമ്പുകൾ പിടഞ്ഞു മുറുകുമ്പോഴും സാമ്രാജ്യത്വം തുലയട്ടെ എന്നും ജന്മിത്വം തകരട്ടെ എന്നും ദിഗന്തം ഒട്ടുമാർ ഉച്ചത്തിൽ ഉച്ചേശലം ഉദ്ഘോഷിച്ച ആ വടക്കേ മലബാറിലെ പ്രകൃതി രമണീയമായ കയ്യൂർ ഗ്രാമത്തിലെ പ്രശാന്ത ഗംഭീരയായൊഴുകുന്ന തേജസ്വിനി പുഴയുടെ തീരത്തെ അനശ്വരരും അമരന്മാരുമായിട്ടുള്ള 4 ധീര രക്തസാക്ഷികൾ മഠത്തിൽ അപ്പു, കോയിത്താട്ടിൽ ചുരുകണ്ഠൻ, പൊടവര കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ, അവരെ കൊന്നത് ബ്രിട്ടീഷുകാർ. ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ ഒഞ്ചിയം രക്തസാക്ഷികളുടെ തോളുരുമ്മി നിന്ന് നോക്കിക്കാണാൻ കഴിയുന്ന ആ കയ്യൂരിലെ സഖാക്കളെ വെടിവെച്ചു തൂക്കിക്കൊന്നത് ബ്രിട്ടീഷുകാരാണ്.
ആ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ച പ്രസ്ഥാനമായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനം. കയ്യൂരിൽ, കരിവള്ളൂരിൽ, കാവുമ്പായിൽ, മുനയംകുന്നിൽ, ഒഞ്ചിയത്ത്, പാടിക്കുന്നിൽ, ചൂരനാട്ട്, അന്തിക്കാട്ട്, പുന്നപ്രയിൽ, വയലാറിൽ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നുകുഴിച്ചുകൂടി. എന്നിട്ട് സകലമാന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരും പ്രഖ്യാപിച്ചു, ഇതാ കമ്മ്യൂണിസത്തിന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ. അതിനി തളിർക്കുകയില്ല, പൂക്കുകയില്ല, കാക്കുകയില്ല, അടിവേരറ്റുപോയിരിക്കുന്നു. 1948 ഏപ്രിൽ മാസം 30 ഇവിടെ 8 സഖാക്കളെ വെടിവെച്ചു കൊന്നു. 2 സഖാക്കളെ പിന്നീട് മർദ്ദിച്ചു കൊന്നു. എന്നാൽ 10 വർഷം കഴിഞ്ഞില്ല. 1958 ആകേണ്ടി വന്നില്ല. 1957 ഐക്യ കേരളം പറഞ്ഞ് പ്രഥമ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളെ എല്ലാം വികാരം പേറിക്കൊണ്ട് നിലക്കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നു. സഖാവ് EMS മുഖ്യമന്ത്രി, അച്യുതമേനോൻ ധനകാര്യമന്ത്രി, ഗൗരി അമ്മയും, DV തോമസും, KC ജോർജും, VK ചാത്തൻ മാസ്റ്ററും, TA മജീദും, ജസ്റ്റിസ് VR കൃഷ്ണയ്യരും, ഡോക്ടർ AR മേനോനും, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും അണിചേർന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ എക്കാലത്തെയും പ്രഗത്ഭമായ മന്ത്രിസഭ അന്ന് ഈ ഒഞ്ചിയത്തെ ഞങ്ങളുടെ 10 സഖാക്കളെ ഒരു കുഴിമാടത്തിൽ അടക്കം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിച്ച പിന്തിരിപ്പന്മാരെല്ലാം അറിയുക, 10 കൊല്ലം തികയുന്നതിന് മുമ്പ് ഈ ഒഞ്ചിയത്തിന്റെ മണ്ണിനെ കേരള നിയമസഭയിൽ പ്രതികരിച്ച സഖാവ് MK കേളുവേട്ടൻ, നാദാപുരത്ത് നിന്ന് സഖാവ് CH കണാരൻ, പേരാമ്പ്രയിൽ സഖാവ് M കുമാരൻ മാസ്റ്റർ, കൂത്താളി സമര നായകന്മാരിൽ ഒരാൾ. അങ്ങനെ ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ഇവിടെ വല്ലതും നടന്നോ? എന്നാൽ ഇന്നും ഞാൻ 5 മിനിറ്റ് കൊണ്ട് നിർത്താം. എതിർ ശബ്ദങ്ങളെ, പ്രതിപക്ഷ നിലപാടുകളെ ഈ ഒഞ്ചിയത്തിന്റെ രീതിയിൽ വെടിവെച്ചില്ലായ്മ ചെയ്യാൻ, തടങ്കൽ പാളയത്തിലിട്ട് അമർച്ച ചെയ്യാൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ആഗ്രഹിക്കുകയാണ്. നരേന്ദ്ര ധമോൽക്കറെ കൊന്നു, ഗോവിന്ദ ബൻസാരയെ കൊന്നു, കൃഷ്ണ കർവാലയെ കൊന്നു, ഗൗരി ലങ്കേഷിനെ കൊന്നു, MM കൽബുർഗിയെ കൊന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തടങ്കലിൽ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇരുമ്പഴിക്കുള്ളിൽ, ഗുജറാത്തിലെ വംശഹത്യയുടെ പിറകിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുണ്ട്. അന്നത്തെ അവിടത്തെ ആഭ്യന്തരമന്ത്രി, ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ട് എന്ന് തെളിവുകൾ നിരത്തി പറഞ്ഞതിന്റെ പേരിൽ മുൻ IPS ഓഫീസർ സഞ്ജീവ് ഭട്ട് അദ്ദേഹത്തെ തടങ്കലിലാക്കി. ഇപ്പോൾ 22 വർഷത്തേക്ക് വീണ്ടും കള്ളക്കേസിൽ കുരുക്കി തടങ്കലിൽ വെച്ചിരിക്കുന്നു. നഗര നക്സലാണ് പോലും. ഫാദർ സ്റ്റാൻ സ്വാമി അദ്ദേഹം ജയിലറയിൽ രക്തസാക്ഷിത്വം വരിച്ചു. പ്രൊഫസർ CN സായിബാബ 8 വർഷം 14 മുതൽ നാളിതുവരെ ഇരുമ്പഴിക്കുള്ളിൽ സുപ്രീം കോടതി ഇടപെടലിൽ വെളിച്ചം കണ്ടതാ. പത്രമാധ്യമ പ്രവർത്തകന്മാരെ പലരെയും തടങ്കലിൽ വെക്കുന്നു. എതിർ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. ഭരണാധികാരം ദുരുപയോഗപ്പെടുത്തുന്നു. അധികാരത്തിന്റെ കോട്ടകത്തളങ്ങൾ എന്നും സംരക്ഷിക്കാമെന്ന് നരേന്ദ്രമോദിയും സംഘപരിവാര ശക്തികളും കരുതുന്നെങ്കിൽ ഈ ഒഞ്ചിയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഭരണാധികാരി വർഗവും ജന്മിനാടിത്തവാഴ്ത്ത ശക്തികളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ഈ സഖാക്കളെ കൊല്ലാക്കൊല ചെയ്തിട്ടും ആ പ്രസ്ഥാനം അധികാരത്തിൽ വന്ന് രക്തസാക്ഷികളുടെ സ്വപ്നം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ഭരണ നടപടികൾ കൈക്കൊണ്ടു. അതുകൊണ്ട് ഈ ഒഞ്ചിയത്തിന്റെ അടക്കം നേരവകാശികൾ ഉയർത്തിക്കാണിച്ചിട്ടുള്ള രാജ്യത്തിന് മാതൃകയായ ഇടതുപക്ഷ ഗവൺമെന്റിനെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കണം. പ്രലോഭനങ്ങൾ വെച്ച് നീട്ടിയാൽ ഇടതുപക്ഷം വശംവദരാവില്ല.
ED-യെ വിട്ട്, NIA വിട്ട്, IT-യെ വിട്ട്, കസ്റ്റംസിനെ വിട്ട്, CBI-യെ വിട്ട് ഒന്ന് വിരട്ടി നോക്കിയാൽ മുട്ടുവിറച്ചു പോകുന്നവരല്ല കേരളത്തിലെ ഭരണാധികാരികളും ഇടതുപക്ഷവും. പിന്നെ എങ്ങനെ ഇടതുപക്ഷത്തെ തകർക്കും? അവിടെയാണ് പുതിയ തന്ത്രം, പഴയതിന്റെ പുതിയ രൂപം. കേരളത്തിലെ ഗവൺമെന്റിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തടയിടുക, അസാമാന്യമായ അസാധാരണമായ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നത്. ആ ഗവൺമെന്റിനെ ഇല്ലാതാക്കാനുള്ള നല്ല എളുപ്പ മാർഗം ആ ഗവൺമെന്റിന് പിറകിൽ അണിനിരുന്ന സാധാരണക്കാരെ ഗവൺമെന്റ് എതിരാക്കി തീർക്കുക, അതിനുവേണ്ടിയുള്ള സാമ്പത്തിക ഞെരുക്കൽ പരിപാടി. അങ്ങനെ ഒന്ന് നടക്കുന്നുണ്ട് എന്ന് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞപ്പോൾ ബോധ്യപ്പെടാത്തവർ ഗവർണർമാരെ ഉപയോഗിച്ച് എതിർ നിലപാടെടുക്കുന്ന സർക്കാരുകളെ തടസ്സപ്പെടുത്തുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ബോധ്യപ്പെടാത്തവർ അതിന് കുഴലൂത്തുപാടിയ UDF തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അട്ടിപ്പറായി ആരിഫ് മുഹമ്മദ് ഖാൻ കൊണ്ടു നടന്ന ബില്ലിലൊക്കെ ഒപ്പിട്ടു. ഞങ്ങൾ പറഞ്ഞ കേന്ദ്രത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാൻ, സാമ്പത്തികമായി നവദ്വാരങ്ങൾ അടച്ച് ശ്വാസം മുട്ടിക്കാൻ, ഗവർണർമാരെ ഇടപെടി ചെടങ്കോലിടാൻ, അന്വേഷണ ഏജൻസികളെ വിട്ടു വരട്ടാൻ ഒക്കെയുള്ള നീക്കം കേന്ദ്ര ഭരണാധികാരികൾ നടത്തുന്നുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി സത്യസന്ധമായി സുപ്രീം കോടതിയെ അടക്കം സമീപിച്ചു പറഞ്ഞപ്പോൾ അതൊന്നും മുഖവിലക്കെടുക്കാതെ BJPക്ക്, നരേന്ദ്രമോദിക്ക്, അമിത്ഷായ്ക്ക് ഓശാന പാടിയ UDF അതിന്റെ പകുതിയല്ലേ ഇവിടെ മത്സരിക്കാൻ വന്ന സുന്ദരൻ, സുമുഖൻ, സുക്മേര വദനൻ, സുകുമാര കളേഭരൻ, യുവ കോമള തരളിത രൂപം, സർഗവൈഭവമോ മാനുഷിക സർഗശേഷിയോ ഇല്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പിലെ വേറെ ചില അടവുകൊണ്ട് നമുക്ക് തിരിഞ്ഞില്ല. ഞാൻ കടക്കുന്നില്ല മോർമോഷ പ്രസംഗിക്കാൻ. ഇപ്പം ഗവർണറുടെ ഈ പിടിച്ചു വെച്ച, ഒന്നുകിൽ ഗവർണർ ഒപ്പിടണം, അല്ലെ രാഷ്ട്രപതിക്ക് അയക്കണം, അല്ലെങ്കിൽ നിയമസഭയ്ക്ക് തിരിച്ചയക്കണം. ഇത് മൂന്നും ചെയ്യാതെ ഈ ഗവൺമെന്റിനെ തടസ്സപ്പെടുത്തുക. ഭൂപതിവ് നിയമം പാസാക്കപ്പെട്ടിരുന്നെങ്കിൽ UDFന്റെ BJPയുടെ വയറ്റത്തടിക്കപ്പെടുന്ന നിയമനിർമ്മാണ ഇടുക്കിയിലെ അടക്കമുള്ള മലയോര കർഷകരുടെ ഭൂ അവകാശവുമായി ബന്ധപ്പെട്ടതാ. RDO ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന തരം മാറ്റൽ, ഭൂമി തരം മാറ്റൽ, അത് എളുപ്പത്തിലാക്കാൻ ഓരോ താലൂക്കിലും ഡെപ്യൂട്ടി കളക്ടർമാരെ നിയോഗിച്ച് ഉള്ള വകുപ്പ് ഇതിലുണ്ട്. അതിനടക്കം തടസ്സം ചെയ്തു. അങ്ങനെ ജനകീയ പ്രശ്നങ്ങൾക്ക് തടയിട്ട ഈ BJPയെ, അതിനോശാന പാടിയ കോൺഗ്രസിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തും ശക്തിയും വിപുലപ്പെടുത്തിക്കൊണ്ട്, ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ജനകീയ ജീവിതത്തിന് മുമ്പിൽ കരിമേഘങ്ങൾ പടർത്തുന്ന ഭരണാധികാരി വർഗത്തിനെതിരായ പോരാട്ടം രാജ്യവ്യാപകമായി ശക്തിപ്പെടുത്താൻ, ജാതിമതാതീതമായി മതേതരത്വത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അടക്കം വിപുലപ്പെടുത്താൻ, ശക്തിപ്പെടുത്താൻ, ഒഞ്ചിയത്തെ 10 ധീര വീര രക്തസാക്ഷികളുടെ തുടിക്കുന്ന ഓർമ്മകൾ നമുക്ക് ആവേശദായകമായ അനുഭവമായി തീരട്ടെ എന്ന് മാത്രം കരുതിക്കൊണ്ട് ആ ധീര രക്തസാക്ഷികളുടെ ധീരസ്മരണയ്ക്ക് മുമ്പിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അടുത്തതായി സഖാവ് മോഹൻ മാസ്റ്റർ. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, വളരെ സവിസ്തരമായിട്ടൊന്നും സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഒഞ്ചിയൻ രക്തസാക്ഷികളുടെ വീരോചിതമായ ത്യാഗത്തിന്, രക്തസാക്ഷിത്വത്തിന് 76 സംവത്സരങ്ങൾ ഇന്നേക്ക് പൂർത്തിയാവുകയാണ്. ഈ നീണ്ട 76 വർഷങ്ങൾക്കിടയിൽ സഖാക്കൾ, ഒഞ്ചിയൻ രക്തസാക്ഷികൾ
ഉയർത്തിപ്പിടിച്ച ചെമ്പതാകയും അത് പ്രതിനിധാനം ചെയ്യുന്ന പുരോഗമനാശയങ്ങളും അതുപോലെ ജനങ്ങളുടെ ജീവിതാഭിലാഷം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടങ്ങളും അല്പം പോലും ക്ഷീണിക്കാതെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും രക്തസാക്ഷികളുടെ ഓർമ്മയോട് പൂർണ്ണമായ അർത്ഥത്തിൽ നീതി പുലർത്താനും നമുക്ക് ഈ നാടിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ്. ഇന്ന് സഖാക്കളുടെ ഓർമ്മ ഒരിക്കൽ കൂടി പുതുക്കുന്നതിനായി നാം ഒത്തുചേരുന്ന സന്ദർഭം രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന, ഇന്ത്യ ഇനിയും ഒരു 5 വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനമെടുക്കുന്ന, ജനങ്ങൾ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നമ്മുടേതായ പങ്ക്, കേരളത്തിൻ്റെ പങ്ക് നിറവേറ്റി ഫലം കാത്തിരിക്കുന്ന സന്ദർഭം കൂടിയാണ്. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏതാനും സംസ്ഥാനങ്ങളിൽ കുറേ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ഭൂരിപക്ഷം ഇടങ്ങളിലും തെരഞ്ഞെടുപ്പിൽ നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലായിടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്ന് അതിനുശേഷമാണ് ജൂൺ 4-ാം തീയതി വോട്ടെണ്ണുന്നത്. വോട്ടെണ്ണുമ്പോൾ ഫലം എന്തായിരിക്കും എന്ന് രാജ്യത്തെമ്പാടുമുള്ള കോടിക്കണക്കായ മനുഷ്യർ ആശങ്കയിലും വേവലാതിയിലും ഒക്കെയാണ്. ഇന്ത്യയിലെ കോടിക്കണക്കായ മനുഷ്യർ മാത്രമല്ല, ലോകത്തെ നൂറുകണക്കിന് രാജ്യങ്ങളിലെ കോടാനുകോടി ചിന്താശക്തിയുള്ള മനുഷ്യർ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് ഉറ്റുനോക്കുകയാണ്, കൗതുകത്തോടെ കാതോർക്കുകയാണ്. കാരണം ജനസംഖ്യയിൽ ചൈനയെപ്പോലും കവച്ചു വെച്ച് 1-ാം സ്ഥാനത്ത് ഇന്ത്യ ഇപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യത്തിലും ഇല്ലെങ്കിലും ജനസംഖ്യയിലെങ്കിലും ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മഹത്തായ രാജ്യം. ഈ രാജ്യത്തിൻ്റെ ഭാവി എന്താകും എന്നത് ലോകമുറ്റുനോക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് രാജ്യത്തിൻ്റെ അധികാരം കൈകാര്യം ചെയ്യുന്നവർ ഇന്ത്യയെ എല്ലാ അർത്ഥത്തിലും ഒരു സർവനാശത്തിലേക്ക് വലിച്ചു തള്ളിക്കൊണ്ടുപോവുകയാണ്. 2ാമത്തെ തവണയും 2019 അധികാരത്തിലെത്തിയതിനു ശേഷം കേവല ഭൂരിപക്ഷത്തോടു കൂടിയാണ് നരേന്ദ്രമോദി വന്നത് എന്നതുകൊണ്ട് അഹന്തയോടും അഹങ്കാരത്തോടും കൂടി അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ഫാസിസ്റ്റ് പ്രവണതകളോട് കൂടിയതുമായ നീക്കങ്ങളും നടപടികളുമാണ് അവർ സ്വീകരിച്ചത് എന്ന് നമുക്കെല്ലാം അറിയാം. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കേൾവിശേഷിയുള്ള മുഴുവൻ ആളുകളുടെയും കാതുകളിൽ എത്തിക്കാനും ജനങ്ങളുടെ ചർച്ചയ്ക്ക് വിധേയമാക്കാനുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഊന്നൽ നൽകി പരിശ്രമിച്ചിട്ടുള്ളത്. അതിൽ നാം വലിയ അളവിൽ വിജയിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികളെ താഴെയിറക്കാനും ജൂൺ 4-ന് ശേഷമുള്ള ദിവസങ്ങളിൽ BJPയുടേതല്ലാത്തൊരു ഗവൺമെന്റിന് രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കൈപിടിച്ചുയർത്താനും നമുക്ക് കഴിയും എന്നാണ് നാം കരുതുന്നത്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റ് ആദ്യത്തെ BJP, ഇന്ത്യയിൽ അധികാരത്തിലേറുന്ന ആദ്യത്തെ 1ാമത്തെ BJP സർക്കാരല്ല എന്നെല്ലാവർക്കും അറിയാം. 1998 മുതൽ 6 കൊല്ലം 2004 വരെ അടൽ ബിഹാരി വാജ്പേയി നേതൃത്വം കൊടുത്ത് BJP ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ആ 6 കൊല്ലക്കാലത്തെ BJPയുടെ അപകടകരമായ ഭരണത്തിന്റെ വഴിയിലൂടെയുള്ള പോക്ക് അവസാനിപ്പിച്ചത് ഇടതുപക്ഷമാണ്. 2004 പൊതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇന്നത്തേതുപോലെ
ഇന്ത്യ എന്ന രാഷ്ട്രീയ കൂട്ടായ്മയോ മുന്നണിയോ BJP വിരുദ്ധ രാഷ്ട്രീയ ചേരിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ഇടതുപക്ഷം രാജ്യത്തെമ്പാടും ഓടി നടന്ന് ജനങ്ങളോടെല്ലാം പറഞ്ഞു, അപകടത്തിലേക്കാണ് രാജ്യത്തെ BJP കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് BJPയുടെ ഭരണം അവസാനിപ്പിച്ച് BJPയുടേതല്ലാത്തൊരു ഗവൺമെന്റ് ഉണ്ടാക്കണം. ജനങ്ങളത് പൂർണ്ണമായും ശിരസാവഹിച്ചു. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു ഇന്ത്യൻ പാർലമെന്റ് നിലവിൽ വന്നു, ലോകസഭ നിലവിൽ വന്നു. BJP ഭൂരിപക്ഷമെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും കുളിച്ച് ജുബയുമിട്ട് പ്രസിഡന്റിനെ കാണാൻ പുറപ്പെട്ടു. ഇന്ത്യൻ യൂണിയൻ ഇന്ത്യയിലെ പ്രസിഡന്റിനെ കാണാൻ പുറപ്പെട്ടു, രാഷ്ട്രപതിയെ കാണാൻ പുറപ്പെട്ടു. എന്നിട്ട് അവർ പറഞ്ഞു, ആവശ്യം ഉന്നയിച്ചു, ഞങ്ങളെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വിളിക്കണം, ഭൂരിപക്ഷം പിന്നെ ഞങ്ങൾ തെളിയിച്ചോളാം. ആ സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം ചാടി വീണിടപെട്ട് അന്ന് 63 MP-മാർ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. കേരളത്തിലെ 20-ൽ 18-ലും 2004-ൽ ഇടതുപക്ഷമാണ് ജയിച്ചത്. ആ 18 പേരടക്കം ഇന്ത്യയിലെ 57 MP-മാർ നേർക്കുനേരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് ജയിച്ചു വന്നവരായിരുന്നു. എന്നിട്ടും BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിന്, സംഘപരിവാർ ശക്തികളെ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് ഇടതുപക്ഷം മൻമോഹൻ സിംഗിനെ പിന്താങ്ങി 1ാം UPA ഗവൺമെന്റ് അധികാരത്ത് വന്നത് അങ്ങനെയാണ്. ഇന്ന് ചിലർ ഇടതുപക്ഷത്തിന്റെ BJP വിരുദ്ധ നിലപാടിൽ സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട്. അതുപോലെ തെറ്റിദ്ധാരണാജനകമായ പ്രചാരവേലകൾ നടത്തുന്നവരുണ്ട്. അത്തരക്കാരോടെല്ലാം വിരൽ ചൂണ്ടി ഇടതുപക്ഷം പറയുന്നു, ഇടതുപക്ഷത്തിന്റെ BJP വിരുദ്ധതക്ക്, സംഘപരിവാറിന്റെ ആപൽക്കരമായ നീക്കങ്ങൾക്കും നിലപാടുകൾക്കും നയങ്ങൾക്കുമെതിരായി ഇടതുപക്ഷം സ്വീകരിക്കുന്ന ഞങ്ങളുടെ സത്യസന്ധമായ ആത്മാർത്ഥമായ സമീപനത്തിന് 2004-ൽ ഞങ്ങൾ സ്വീകരിച്ചതിനേക്കാളും വലിയൊരു സർട്ടിഫിക്കറ്റും സാക്ഷ്യപത്രവും വേറെ ആരുടെ മുമ്പിലും ഹാജരാക്കേണ്ടതില്ല. ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷത്തിന്റെ ഈ സത്യസന്ധതയും BJP വിരുദ്ധതയും ചരിത്രത്തിൽ തുറന്നു കിടപ്പുണ്ട്. ഇതാണ് നാടിന്റെ അനുഭവം. 2004-ന്റെ അനുഭവമാണ് വരാൻ പോകുന്നത്. ആപൽക്കരമായ നിലയിൽ ഒരു സർവനാശത്തിലേക്ക് രാജ്യത്തെ തള്ളിവലിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തള്ളിവലിച്ചു കൊണ്ടുപോകുമ്പോ കഴിഞ്ഞ 2 വർഷക്കാലമായി ഇന്ത്യയിലെ ഇടതുപക്ഷം CPM-ഉം CPI-യും എല്ലാം ഈ രാജ്യത്തെ BJP വിരുദ്ധ പാർട്ടികളുടെ പിന്നാലെ നടക്കുകയാണ്. ചെറുതും വലുതുമായ എല്ലാ പാർട്ടികളുടെയും പിന്നാലെ നടന്ന് അവരോടെല്ലാം ഈ BJP അധികാരത്തിൽ നിന്ന് താഴെയിറക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇടതുപക്ഷം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത്. രാജ്യത്തിന്റെ മുമ്പിൽ അത്തരമൊരു പ്രചാരവേല ജനകീയ അഭിപ്രായ രൂപീകരണത്തിനു വേണ്ടി ഇടതുപക്ഷം മുന്നോട്ട് വെച്ചു. അങ്ങനെ ഇടതുപക്ഷം വളരെ കാലമായി പാടുപെട്ട് പരിശ്രമിച്ച് രാവും പകലും വ്യത്യാസമില്ലാതെ ഓടി നടന്നിട്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്രീയ കൂട്ടായ്മ രൂപം കൊണ്ടത് എന്ന ചരിത്ര യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാതെ കുട്ടിച്ചാത്ത സേവയായിട്ടുണ്ടായി വന്നതല്ല ഇന്ത്യ മുന്നണി. അവിടെയാണ് അതിനെ പാരവെക്കാനും അതിന്റെ അന്തസത്തക്ക് നിരക്കാത്ത വിധത്തിൽ BJPക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കാനും കോൺഗ്രസ് നിലപാടെടുക്കുന്നതിനെ നാം വിമർശിക്കുന്നത്. അവിടെയാണ് നേരത്തെ തുടക്കത്തിൽ സഖാവ് TP വയനാട്ടിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്തത്. ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നു, ഇടതുപക്ഷം ചോദിക്കുന്നു, കോൺഗ്രസ് തുറന്നു പറയട്ടെ, തെരഞ്ഞെടുപ്പിന് ഇന്ത്യയുടെ ഈ അപകടകരമായ സന്ധിയിൽ, ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ശത്രു ആര്? കോൺഗ്രസിന്റെ പ്രധാന നമ്പർ 1 ശത്രു ആര്? BJP ആണോ? കോൺഗ്രസിന്റെ പ്രധാന ശത്രു അവരാണെന്ന് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ലല്ലോ. ഇടതുപക്ഷമാണ് അവരുടെ പ്രധാന ശത്രു. BJPയുമായി ചേർന്ന് എങ്ങനെ ദുർബലപ്പെട്ടു? ഞങ്ങൾ ആ ഘട്ടത്തിലും പറഞ്ഞു, ഇന്നും പറയുന്നു, തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഞങ്ങൾ BJP രാജ്യത്ത് ദുർബലപ്പെടുന്നതുവരെ ഞങ്ങൾ ഈ രാജ്യത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ പ്രധാന ശത്രു രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ സർവനാശത്തിലേക്ക് തള്ളിവിടാൻ പരിശ്രമിക്കുന്ന BJPയാണ്, സംഘപരിവാരാണ്. അവരാണ് ഞങ്ങളുടെ പ്രധാന ശത്രു എന്ന് ഇടതുപക്ഷം ആരുടെ മുമ്പിലും വിളിച്ചു പറയും. രാജ്യത്തിന് മുമ്പിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത്തരം നിലപാടാണ് ഇവിടെയും നാം സ്വീകരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്
കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ഇന്ത്യൻ പാർലമെന്റിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഇടതുപക്ഷ എംപിമാരുണ്ടായിരുന്ന ഒരു കാലയളവാണ് കഴിഞ്ഞ 5 വർഷക്കാലം. അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ ഘടകങ്ങൾ അതാണ് അതിൽ നേടിച്ചത് എന്ന് നമുക്കറിയാം. ആളുകളൊക്കെ കരുതിപ്പോയി ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന്. പത്രങ്ങളെല്ലാം എഴുന്നള്ളിച്ചു, കോൺഗ്രസ് പാർലമെന്റിൽ ലോകസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ പ്രധാനമന്ത്രിയാകും. ആ കുറ്റിയാടി പെട്രോൾ പമ്പിന്റെ അപ്പുറത്ത് തൊട്ടിപ്പാലം റോഡിലുള്ള രാജ്യാര് ആ റോഡ് സൈഡിൽ താമസിക്കുന്നു. ഇപ്പോൾ അയാൾ അവിടെ ഉണ്ട്. അയാൾ വീടും അവിടെയാണ്. 2 നില ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ റോഡ് സൈഡിൽ. അയാൾ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാണ് ഈ മനോരമയൊക്കെ വായിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ല എന്റെ വീടും ഈ കെട്ടിടമൊക്കെ പോയി പോവും. ഞാൻ ചോദിച്ചു നിങ്ങളെന്താ പറയുന്നത്, നിങ്ങളുടെ കെട്ടിടവും വീടും ഇല്ല എങ്ങനെ പോകാനാ? അപ്പൊ ഇയാൾ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, ആശങ്ക എന്താന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്നാണല്ലോ ഉണ്ടാകുക. അപ്പോൾ പ്രധാനമന്ത്രി പോകുന്ന റോഡ് താമരശ്ശേരി ചുരം, അതിലെ ആ ചുരം റോഡ് അത് മാത്രമായിരിക്കില്ലല്ലോ, വൈത്തിരി വഴിയുള്ള ഇതിലും വന്നിറങ്ങിക്കൂടെ? അപ്പൊ പ്രധാനമന്ത്രി പോകുന്ന റോഡ് ഭയങ്കര റോഡായിരിക്കില്ലേ? നമ്മളിപ്പോ ഈ ദേശീയപാത പോലെ 6 വരിയാവൂലേ? അപ്പൊ എന്റെ വീടും കെട്ടിടവും എല്ലാം പീടിയെല്ലാം പോവില്ലേ എന്ന് രാഹുൽ ഗാന്ധി അമേത്തിയിൽ 1.5 ലക്ഷം വോട്ടിന് തോറ്റെന്നും 40 വോട്ട് സീറ്റിൽ ഒതുങ്ങി കോൺഗ്രസ് എന്നും കേട്ടപ്പോഴാ അയ്യാർക്ക് ശ്വാസം വീണത്. കാരണം അയാളെ വേവലാതി പറഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊന്നും ആരെങ്കിലും ഒരു പൊട്ടനും പറഞ്ഞിട്ടില്ല. മന്ദബുദ്ധി പോലും പറയാനിടയായിട്ടുള്ള ആള് പോലും പറയാനിടയായിട്ടില്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന്. അതാരും പറഞ്ഞിട്ടില്ല. ഇവിടെ ആരെങ്കിലും ഈ ഏതെങ്കിലും മൂലയിൽ നിന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാനാവില്ല. ഇവിടെ ഏതെങ്കിലും മൂലയിൽ നിന്ന് ആരെങ്കിലും, അത് വേറെ കാര്യം. കോൺഗ്രസിന്റെ പ്രസക്തിയെ നഷ്ടമായി. ഇത് വലിയ വടായി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരു പ്രതീതി എന്താ, ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ വരും. മേൽക്കൈ വന്നാലും കോൺഗ്രസിന് അതിന് മേധാവിത്വമൊന്നും ഉണ്ടാകുമെന്ന് കണക്കാക്കണ്ട. അങ്ങനെയൊന്നും ആരും ഇപ്പൊ പറയുന്നുമില്ല. ഇപ്പൊ ഹിന്ദി സംസ്ഥാനങ്ങളിൽ പകുതിയിലധികം പാർലമെന്റ് സീറ്റ് ഹിന്ദി സംസ്ഥാനങ്ങളിലാണ്. ഹിന്ദി സംസ്ഥാനം ഏതൊക്കെയാ? ഹിന്ദി സംസ്ഥാനം മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ഡൽഹി, പഞ്ചാബ്, അതുപോലെ ഗുജറാത്ത് ഉണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പകുതിയിലധികം വരുന്ന പാർലമെന്റ് സീറ്റ്. ആകെ 543 പകുതിയിലധികം ഇവിടെ നിന്നാണ്. ഇവിടെ കോൺഗ്രസ് എവിടെയാ ഉള്ളത്? ആകെ കോൺഗ്രസിന് വരെയുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. ആ ഹിമാചൽ പ്രദേശിൽ 4 പാർലമെന്റ് സീറ്റാ. കേരളത്തിൽ 20. ഇവിടത്തതിന്റെ 5-1 മാത്രം. ഇവിടത്തെ ഈ മൈക്കിന്റെ ബോക്സിന്റെ അത്ര വലിപ്പം ഉണ്ടാവില്ല ആ ഹിമാചൽ സംസ്ഥാനത്തിന്. അവിടെ മാത്രം. അവിടുത്തെ തന്നെ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് കോൺഗ്രസിന്റെ ഭരണം ഉണ്ടാവുമെന്ന് പറയാനാവില്ല. കഴിഞ്ഞ ആഴ്ചയാണ് 6 MLA അപ്പുറത്തേക്ക് BJP-യിലേക്ക് പോയത്. അതെന്തോ ആവട്ടെ. ഇതാണ് കോൺഗ്രസ്. സംസ്ഥാന പാർട്ടികൾക്കാണ് മേധാവിത്വം. ഇന്ന് 80 പാർലമെന്റ് സീറ്റ് ഉത്തർപ്രദേശിലാ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 73 BJP-യാ ജയിച്ചത്. 80-ൽ 73 അവരാ ജയിച്ചത്. അവര് ഇത്തെരഞ്ഞെടുപ്പിൽ എന്തായാലും അതുണ്ടാവില്ലല്ലോ. അവിടെ സമാജ്വാദി പാർട്ടിയും ഇടതുപക്ഷവും മറ്റുള്ളവരും എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് മുന്നേറുകയാണ്. വലിയ അളവിൽ മുന്നേറ്റം അവരുണ്ടാക്കും. ബീഹാറിൽ RJD ആണ് പ്രബല ശക്തി. അവിടെ 18-19 ഇടതുപക്ഷത്തിന്റെ MLA-മാരും എല്ലാം ഉണ്ട്. അതെല്ലാം കൂടി ചേർന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40-ൽ 39 ജയിച്ചത് BJP-യും അവരുടെ കൂടെയുള്ളവരുമാ. അതൊന്നും അവിടെ 4-1 പോലും അവിടെ കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ എല്ലായിടത്തും ഹിന്ദി മേഖലയിൽ BJP-ക്ക് വലിയ തിരിച്ചടിയാണ്. ആദ്യം 400+ എന്നൊക്കെ പറഞ്ഞത് പിന്നെ വെപ്രാളപ്പെട്ടിട്ട് പിച്ചും പേയും പറയുന്നത് പോലെ എന്തെല്ലാമോ നരേന്ദ്രമോദി വിളിച്ചു പറയുന്നു. അതിൽ അങ്ങേയറ്റത്തെ വർഗീയ വേഷം ചീറ്റുകയാണ് ഇപ്പോൾ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നുമല്ല പോകുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിൽ നാം തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. കേരളത്തിൽ എല്ലാ ഘടകങ്ങളും നമുക്ക് അനുകൂലമായിരുന്നു. എല്ലാ ഘടകങ്ങളും. നിങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന് എന്റെ ഭാഗമായിട്ട് ഏറ്റക്കുറച്ചിലോടെ വോട്ടർമാരെ സമീപിക്കുന്നതിന് ആഴ്ചകളോളം വീട് കയറിയവരും വോട്ടർമാരോട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അഭ്യർത്ഥിച്ചവരുമല്ലേ? നിങ്ങളെയെല്ലാം, എന്നെയും നിങ്ങളെയും ഈ ഇരിക്കുന്ന നേതാക്കന്മാരെയും എല്ലാം
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും ചുമതലക്കാരുമായിട്ട് മാത്രമാണോ ജനങ്ങൾ കണ്ടത്? കഴിഞ്ഞ 8 വർഷക്കാലമായി 96 മാസക്കാലമായിട്ട് കേരളം ഭരിക്കുന്ന, തുടർച്ചയായി ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ, ജനകീയ ഗവൺമെന്റിന്റെ വക്താക്കളും പ്രീതികളുമായിട്ടാണ് ജനങ്ങൾ നമ്മൾ ഓരോരുത്തരെയും കണ്ടത്, സമീപിച്ചത്. ആരെങ്കിലും നിങ്ങളോട് മുഖം കറുപ്പിച്ച് ഇങ്ങോട്ട് കയറിപ്പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ. ഉണ്ടോ? ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. ചില വേവലാതികൾ നമ്മളോട് പങ്കുവെച്ചിട്ടുണ്ടാകും. എന്നോട് എന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ല ഈ വീട്ടമ്മമാർക്ക് ഒരു പെൻഷൻ പറഞ്ഞിരുന്നല്ലോ, അതിപ്പോ എങ്ങാൻ വരുമോ? പെൻഷന്റെ 2-3 മാസത്തെ കുടിശ്ശികയുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളോടല്ലാതെ വേറെ ആരോടാണ് ജനങ്ങൾ പങ്കുവെക്കുക? പാവപ്പെട്ടവർ നമ്മളോടല്ലാതെ, ഇടതുപക്ഷത്തോടല്ലാതെ, നമ്മളോടല്ലാതെ വേറെ ആരോട് പറയും? പറഞ്ഞിട്ടെന്ത് കഴിയും? അങ്ങനെ നമ്മളോട് പങ്കുവെച്ചിട്ടുണ്ട്. അത് പ്രതീക്ഷയോടുകൂടിയാണ്, നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മതിപ്പ് ആ പ്രവർത്തന മികവിലൂടെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നേരത്തെയുള്ള കള്ളപ്രചാരകരെല്ലാം പോയി. ഈ പെൻഷൻ കൊടുക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്വം നമുക്കാണോ? ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ കുറച്ചുപേര് പ്രകടനമൊക്കെയായി വന്ന് 1-2 പ്രസവം കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ട്. കുറച്ചു പേര് ഇപ്പൊ പെൻഷൻ വാങ്ങുന്നവർ കുറച്ചു പേരൂടെ ഉണ്ടാവുമല്ലോ, ഒന്ന് കൈപൊക്കിയാട്ടെ. അല്ലേ? വാസുവിന് പെൻഷൻ അല്ലേ? കുറച്ച് പേരൊക്കെ ഉണ്ട്, കുറെ പേരങ്ങ് പോയിട്ടുമുണ്ട്. എത്ര മാസത്തെ കുടിശ്ശികയുണ്ട്? 2 മാസം, അത് ഓർമ്മയില്ലേ? 3 മാസമോ 4 മാസമോ ഉണ്ടാവും അല്ലേ? അതുണ്ടാവും, ഉണ്ടാവും. ഇപ്പൊ വിഷുവിന് 2 മാസം കിട്ടി, അതിന്റെ മുമ്പേ 1 മാസം കിട്ടി. ഇടതുപക്ഷ ഗവൺമെന്റ് വന്നിട്ട് 8 കൊല്ലായി അല്ലേ? 96 മാസം. എന്നാ വാസു, ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഓർമ്മ ഉണ്ടെങ്കിൽ പറയാ. ഈ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് വന്ന് 2016 മുതൽ പിന്നിട്ട 96 മാസക്കാലത്തിനിടയിൽ ഈ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എത്ര മാസത്തെ പെൻഷൻ വാങ്ങി? തൊണ്ണൂറ്റാറ് മാസേ ആയിട്ടുള്ളൂ. 4 മാസത്തെ കുടിശ്ശിക ഉണ്ട് താനും. ഞാൻ പറയാം, 108 മാസത്തെ പെൻഷൻ വാങ്ങി. എന്റെ കണക്കാണത്. കാരണം മറ്റൊരു UDF ബാക്കി വെച്ചതും നമ്മളാ കൊടുത്തത് അല്ലേ? പഹയന്മാരെന്നാ പറയേണ്ടത്. പക്ഷെ നമ്മളെ മാന്യത അനുവദിക്കാത്തതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളാ കൊടുത്തത്. എന്തുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശികയായത്? അതുപോലെ ചിലതെല്ലാം ഈ വീട്ടമ്മമാരുടെ പെൻഷൻ കൊടുക്കാതെ കഴിയാതെ പോയത് എന്നുള്ളതെല്ലാം ജനങ്ങൾക്ക് ഇപ്പൊ ബോധ്യമുണ്ട്. നമ്മുടെ കുറ്റം കൊണ്ടല്ല. നേരത്തെ DPയുടെ പറഞ്ഞിട്ടുണ്ട്, 57,400 കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെന്റ് ഒറ്റ കൊല്ലത്തിനുള്ളിൽ നമുക്ക് കിട്ടേണ്ട നികുതി വിഹിതം തരാതിരുന്നിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി കേന്ദ്രം സംസ്ഥാനം കേന്ദ്രത്തിന് വേണ്ടി ചെലവാക്കിയ കണക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നീട് ഇങ്ങോട്ട് തരേണ്ടത് 4,224 കോടി വേറെയും തരാതിരുന്നിട്ടുണ്ട്. രണ്ടും കൂടി കൂട്ടിയാൽ 61,624 കോടി രൂപ നമുക്ക് പിടിച്ചു വെച്ചു തരാതെ. കണ്ണിച്ചോരയില്ലാത്ത കൂട്ടർ പിടിച്ചു വെച്ചു. മാതൃഭൂമി പത്രം ഒരു കണക്ക് പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത കഴിഞ്ഞൊരു മാസം മുമ്പ്. അതിലെന്താ പറയും? കേരള സംസ്ഥാന ഗവൺമെന്റിനെ ലേശം കുറ്റപ്പെടുത്താനാ പറഞ്ഞത്. കേരള ഗവൺമെന്റിന്റെ കടം 50,000 കോടി. പെൻഷൻകാർക്കുള്ള കുടിശ്ശിക, അധ്യാപകർക്ക്, സർക്കാർ ജീവനക്കാർക്ക്, പെൻഷൻകാർക്കുള്ള ക്ഷാമബത്തയുടെ കുടിശ്ശിക, കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് എല്ലാം കൂടി കേരള ഗവൺമെന്റ് കൊടുത്തു തീർക്കാനുള്ള കടം 50,000 കോടി കടത്തിലാണ്. മറ്റത് മാതൃഭൂമി പറഞ്ഞിട്ടില്ല. ഏത്? കേന്ദ്രം തരാനുള്ളത്. ഞാനിവിടെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. 61,624 കോടി രൂപ കേന്ദ്രം തരാറുണ്ട്. കേരളത്തിന്റെ മൊത്തം കടം 50,000 കോടി. കേന്ദ്രം തരേണ്ടത് 61,624 കോടി രൂപ മുഴുവൻ തന്നിരുന്നുവെങ്കിൽ കടം മുഴുവൻ കൊടുത്തു തീർത്ത്, വീട്ടിൽ തീർത്ത്, പെൻഷൻ എല്ലാം കൃത്യമായി കൊടുത്ത് കഴിഞ്ഞാലും 11,624 കോടി രൂപ കേരളത്തിന്റെ ഖജനാവിൽ മെച്ചമുണ്ടാകുമായിരുന്നു. തീർന്നിട്ടില്ല. ഇത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടു വന്നപ്പോ സംസ്ഥാന ഗവൺമെന്റ് പരമാവധി ചെലവ് ചുരുക്കി. എന്നിട്ട് വൻകിടക്കാർ കുടിശ്ശിക വരുത്തിയ നികുതിയെല്ലാം ഒന്ന് ലേശം കണ്ണുരുട്ടി പിരിച്ചെടുത്തു.
അങ്ങനെ ഒറ്റ കൊല്ലത്തിനുള്ളിൽ സംസ്ഥാന ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് അധിക വരുമാനം ഉണ്ടാക്കിയത് 23,000 കോടി രൂപ. കേന്ദ്രം തരേണ്ടത് മുഴുവൻ തന്നിരുന്നുവെങ്കിൽ കടം മുഴുവൻ വീട്ടിൽ തീർത്താൽ ബാക്കി വരുമായിരുന്ന 11,624 കോടിയും സംസ്ഥാന ഗവൺമെന്റ് അധികമായി ഉണ്ടാക്കിയ വരുമാനം 23,000 കോടിയും ചേർത്താൽ 34,624 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ മിച്ചമുണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ, പെൻഷൻ കൃത്യമായി കൊടുക്കാൻ കഴിയും. ഇടതുപക്ഷം പ്രകടന പത്രികയിൽ പറഞ്ഞ 2,500 വർദ്ധിപ്പിക്കാൻ കഴിയും. ലൈഫിന്റെ, വീടിന്റെ എല്ലാ അപേക്ഷകർക്കും അർഹമായവർക്ക് മുഴുവൻ വളരെ വേഗതയിൽ അത് നടപ്പിലാക്കാൻ കഴിയും. വീട്ടമ്മമാരുടെ പെൻഷൻ കൊടുക്കാൻ കഴിയും. നാടിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയുമായിരുന്നു. ഇതിന് കഴിയാതെ പോയത്, തടസ്സമായി വന്നത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധമാണ് എന്ന പരമമായ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട അനുകൂലമായ ഒരു ഘടകം. അത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർ മാത്രമല്ല, അതിനു മുമ്പ് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ഈ കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിലും എത്തി ഈ യാഥാർത്ഥ്യം ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ഈ അപകടസന്ധിയിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന ശരിമയാർന്ന നിലപാടിന് വലിയ സ്വീകാര്യതയാണ് മതനിരപേക്ഷ മനസ്സുകളിൽ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ, വേവലാതിപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളിലെല്ലാം ഉണ്ടായത്. ഇതും നമുക്ക് അനുകൂലമാണ്. നാം ഇടതുപക്ഷം നിർത്തിയ സ്ഥാനാർത്ഥികളുടെ മഹിമ, സ്വീകാര്യത, അതും നമുക്ക് അനുകൂലമായ ഘടകമാണ്. ഇങ്ങനെ അനുകൂലമായ ഒട്ടേറെ സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന്റെ വിജയ മുന്നേറ്റത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോ ആദ്യം മുരളിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തീരുമാനിച്ചു. ഞാൻ കണ്ടതാ വടകര ഇപ്പോ UDFന്റെ ആഫീസായിട്ട് നിൽക്കുന്ന അതൊരു ആ കെട്ടിട ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആഫീസാക്കാൻ പറ്റുമോ നോക്കിയിട്ട് ഒരാൾ എന്നോട് ഒന്ന് ചോദിച്ചിരുന്നു. ആദ്യം കുറെ മാസങ്ങൾക്ക് മുമ്പേ നമ്മളിത് ആലോചിച്ചതാണല്ലോ. അത് ഈ റോഡ് സൈഡിൽ ഈ പൊടിയെല്ലാം പിടിച്ച് പണി 2 ലോഡ് ഇത് ഇവിടത്തെ വടകര ഈ പ്രഖ്യാപിച്ചിട്ട് അന്ന് വിതരണം ചെയ്യാൻ കോഴിക്കോട് ബീച്ച് റോഡിൽ കോർപ്പറേഷൻ ഓഫീസിന്റെ സൈഡിൽ 6 ലോഡ് ബോർഡ് ഇത് പൊതിഞ്ഞു കെട്ടിയിട്ട് അല്ലേ, രാത്രിയൊക്കെ മാത്രം, പകല് ഈ യാത്ര ഒഴിവാക്കിയിട്ട് ദേശീയപാതയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ടാങ്കർ ലോറികളും അതുപോലെ വലിയ ലോഡ് ഈ കർണാടകത്തു നിന്നൊക്കെ വരുന്നത് അല്ലേ, ഇങ്ങനെ നിർത്തിയിട്ടത് രാത്രിയാണ് അധികം ഓടുക. അതുപോലെ കോഴിക്കോട്ട് കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ടത് ഞങ്ങൾ കണ്ടതാ. കോൺഗ്രസ്സുകാരൻ ഇത് വടകരക്കുള്ള ബോർഡാ, മുരളിക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം ചില ഇവന്റ് മാനേജ്മെന്റുകളെ ഏൽപ്പിച്ച് റെഡിയായതാണ്. അതെല്ലാം പിന്നെ എങ്ങോട്ട് കൊണ്ടുപോയി വടകര എഴുതിയത് തൃശ്ശൂർ കൊണ്ടാക്കാൻ പറ്റില്ലല്ലോ. ആടുണ്ടോ, നമ്മളിത് അന്വേഷിക്കാൻ പോണ്ടല്ലോ. ഇവിടെ നിന്ന് മുരളിയെ അങ്ങോട്ട് മാറ്റി. പിന്നെ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവരുമ്പോ അതൊരു പ്രത്യേക രീതിയിലാണ് പിന്നീട് തെരഞ്ഞെടുപ്പ്. ഞാൻ ചോദിക്കട്ടെ, വടകര പാർലമെന്റിൽ മാത്രമല്ലല്ലോ, ഈ മണ്ഡലത്തിൽ മാത്രമാണോ തെരഞ്ഞെടുപ്പ് നടന്നത്? കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിലും 26-ാം തീയതി വോട്ടെടുപ്പ് നടന്നിട്ടില്ലേ? അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ 24-ാം തീയതി വൈകുന്നേരം 6 മണി വരെ കേരളത്തിലുടനീളം നാട്ടുംപുറങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമല്ല നഗരപ്രദേശങ്ങളിലെല്ലാം നടന്നിട്ടില്ലേ? ഇവിടെ നടന്നതുപോലുള്ള പ്രചരണമാണോ, രാഷ്ട്രീയ പ്രചരണമാണോ മറ്റെല്ലാം നടന്നത്? ഇവിടുത്തെ രീതിയാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര ഉൾപ്പെടെ കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ ഇതൊരു രാഷ്ട്രീയ സമരമായിട്ടാണ് കണ്ടത്. ഞങ്ങൾ അന്നും അങ്ങനെയാ കണ്ടത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ യുദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ എന്തുകൊണ്ട് ഇടതുപക്ഷം ജയിക്കണം? കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും വടകര ഉൾപ്പെടെ ഇടതുപക്ഷം ജയിക്കേണ്ടതിന്റെ ആവശ്യകത
പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത 2004 സാഹചര്യത്തെ മുൻനിർത്തി ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. യു ഡി എഫ് എന്താ ചെയ്തത്? രാഷ്ട്രീയമാണോ ഇവിടെ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു, ശരി, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചതും വടകര പാർലമെന്റ് മണ്ഡലത്തിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചത് മുന്നോട്ട് കൊണ്ടുപോയതിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഒരു സൂചിമുനിയോളം പങ്കുണ്ടായിരുന്നോ? കോൺഗ്രസുകാരൊന്ന് ആലോചിക്കട്ടെ, കോൺഗ്രസിന്റെ റോൾ എന്തായിരുന്നു? ഇവിടുത്തെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയായി ഈ മണ്ഡലത്തിന്റെ പരിധിയിൽ, വടകര അസംബ്ലി മണ്ഡലത്തിന്റെ പരിധിയിൽ താമസിക്കുന്ന ഒരാളല്ലേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ? കേരളത്തിലെ തലയെടുപ്പുള്ള പരിണതപ്രജ്ഞനായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളല്ലേ? അല്ലേ? എന്താ അധ്യക്ഷ അദ്ദേഹത്തിന്റെ റോള് ഈ തെരഞ്ഞെടുപ്പിൽ? എവിടെയെങ്കിലും കോൺഗ്രസ് അദ്ദേഹത്തിന് ഒരു റോള് നൽകിയോ? UDF ഏതെങ്കിലും കേരളത്തിലെ പ്രാമാണികരായ അനുഭവ സമ്പന്നരായ കോൺഗ്രസുകാരെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും കണ്ടോ? കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? വടകര പാർലമെന്റ് മണ്ഡലത്തിലെ കുറെ കൊല്ലങ്ങളായി, പതിറ്റാണ്ടുകളാി കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ നിങ്ങൾ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ചുമതലക്കാരായി കണ്ടോ? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ശൈല ടീച്ചറായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായി, പ്രധാന ചുമതലക്കാരനായി CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ വത്സൻ ബനോളിയാണ്. അത് ഞങ്ങളുടെ CPMന്റെ പാർട്ടി തീരുമാനമാണ്, ഇടതുപക്ഷം പൊതുവിൽ അംഗീകരിച്ചു. അങ്ങനെയാണ്. ചെയർമാനായിട്ട് MK ഭാസ്കരൻ, അതുപോലെ രാജൻ മാഷ്, സുരേഷ്, ഇവരെല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട്ട് CPIയുടെ KK ബാലൻ മാഷാണ് അവിടെ ചെയർമാൻ. അവിടെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പ്രദീപ് കുമാറായിരുന്നു അവിടെ ജനറൽ കൺവീനർ. ഇവിടെയോ? ഇവിടെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുക്കാൻ പിടിച്ചതാരാ? ഏതെങ്കിലും കോൺഗ്രസ് ഉണ്ടായിരുന്നു? 13 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഏതോ 1 or 2 പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രാദേശിക ഗ്രൂപ്പിന്റെ വക്താക്കളും പിന്നെ നാടിന്റെ രാഷ്ട്രീയവും മറ്റൊന്നും അറിഞ്ഞുകൂടാത്ത ചില ex-MLAമാരും എല്ലാം കൂടിയിട്ട്, അതും കോൺഗ്രസ് അല്ല, എന്തെല്ലാമോ കാട്ടിക്കൂട്ടി. അതിന്റെ കൂടെ അങ്ങ് ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്നവരെ കുറിച്ച്, ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ വട്ടത്തിൽ ചുറ്റുമിരുന്ന് വന്നവരെ കുറിച്ച് ഇവിടെ ഉണ്ടാക്കിയ കോലാഹലങ്ങളുടെ അനുഭവം വെച്ച് ഞാൻ പറയാം, രാഷ്ട്രീയ മാലിന്യങ്ങളാണ്. പുറത്തുനിന്ന് വന്ന രാഷ്ട്രീയ മാലിന്യങ്ങളും കൂടി ചേർന്ന് ഈ നാടിന്റെ അന്തരീക്ഷം മലീമസമാക്കി, മാലിന്യം കൊണ്ട് നിറച്ചു. ഇതാണ് ഇവിടെ ഉണ്ടായത്. ഇവരെയെല്ലാം അങ്ങ് ഇങ്ങോട്ട് ഇറക്കിവിട്ട ഈ രാഷ്ട്രീയ മാലിന്യങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിയ ആളുകൾ ആരായാലും ശരി, അവരാലോചിച്ചിട്ടുണ്ടോ? ഈ പ്രബുദ്ധമായ നാടിന്റെ പാരമ്പര്യവും പൈതൃകവും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? എന്നിട്ട് വന്നിറങ്ങിയിട്ട് എന്താ തികഞ്ഞ വർഗീയ പ്രചരണം. ശൈല ടീച്ചറെ ആക്ഷേപിച്ചു, അപമാനിച്ചു, എന്തെല്ലാമാണ് വിളിച്ചത്. ഞങ്ങൾ എവിടെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്ര പരിപാടി നടത്തിയിട്ടുണ്ട്, എത്ര വലിയ ആളുകൾ കൂടിയിട്ടുണ്ട്. ഏതാണ്ട് 1,000,000 വനിതകളാണ്, തീയതിയൊന്നും എനിക്ക് ഓർമ്മയില്ല സുരേഷേ, നമ്മള് വടകര ഇടതുപക്ഷ വനിതാ സംഘടനകൾ ആലോചിച്ചയാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോ അല്ലെങ്കിൽ CPMോ CPIയോ RJDയോ ഒന്നും ആലോചിച്ചല്ല. ആ മഹിളാ സംഘടനകൾ ആലോചിച്ച് ടീച്ചർ സ്ഥാനാർത്ഥിയായതുകൊണ്ട് അവരുടെ ഒരു ആവേശത്തിൽ അവര് നടത്തിയാണ്, അല്ലേ? കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു വനിതാ മുന്നേറ്റം. ഇപ്പോഴും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ അത് മുഴുവനൊന്ന് കേട്ടു നോക്ക്. എവിടെയെങ്കിലും ആക്ഷേപകരമായ
ഒരു മുദ്രാവാക്യം ഏതെങ്കിലും ഒരാൾ വിളിച്ചിരുന്നത് കേട്ടോ? ഏതെല്ലാം വിധത്തിലുള്ള പ്രചാരവേലകൾ, പൊതുയോഗങ്ങൾ, പ്രകടനങ്ങൾ, പ്രചാരവേലകൾ, ക്യാമ്പയിനുകൾ നടന്നിട്ടുണ്ട്? ഇടതുപക്ഷം എവിടെയെങ്കിലും ഒരാക്ഷേപം ഉന്നയിച്ചോ? ഇങ്ങോട്ട് പറഞ്ഞതിനെ ചിലത് മറുപടി പറയുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഏകപക്ഷീയമായി അങ്ങനെ ആക്ഷേപിച്ച് മുന്നോട്ട് പോകാമെന്ന്, ഒന്നിനും ഒരു മറുപടിയും ഉണ്ടാവില്ല എന്ന് ഒരു പൊന്നുപോലും കരുതേണ്ടതില്ല. അതും കരുതേണ്ടതില്ല. ഇതൊക്കെ സഹിക്കാനും ഏറ്റുവാങ്ങാനും കുറെ പതിനായിരക്കണക്കിന് ഇടതുപക്ഷക്കാർ ഇവിടെ ഇങ്ങനെ സന്നദ്ധമായി നിൽക്കുകയാണ് എന്നൊന്നും ആരും കരുതണ്ട. പക്ഷെ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഗൗരവത്തോടെ ഏറ്റെടുത്ത് നിറവേറ്റുകയാണ് ഞങ്ങൾ ചെയ്തത്. ടീച്ചറെ വർഗീയവാദി എന്ന് വിളിച്ചു, ഇല്ലേ? വീട് കയറി പറഞ്ഞു. മുസ്ലിം വീടുകളിൽ കയറിയിട്ട് പറയാണ്, ഇത് നമ്മളെ സ്ഥാനാർത്ഥി 5 നേരം നിസ്കരിക്കുന്ന ദീനിയാണ്, മറ്റത് കാഫറായ സ്ത്രീയാണ്. പെണ്ണെന്നല്ല പറഞ്ഞത്, സ്ത്രീ എന്നാണ്. അത്രയും നല്ലത്. പെണ്ണെന്ന് പറഞ്ഞാൽ രണ്ടും അർത്ഥം തന്നെയാണെങ്കിലും മറ്റതിലൊരു ആക്ഷേപത്തിന്റെ ധ്വനി ഉണ്ടാവും, അല്ലേ? കാഫറായ സ്ത്രീയാണ്. നിങ്ങളൊന്ന് നോക്ക്, അവർക്കെന്താ പറ്റിയത്? പിന്നെയോ എന്നിട്ടിപ്പോ പറയാണ്, സ്ഥാനാർത്ഥി തന്നെ, UDFന്റെ സ്ഥാനാർത്ഥി തന്നെ 26-ാം തീയതി പോളിംഗ് കഴിഞ്ഞ് 27-ാം തീയതി പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്, എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നു. ഇതെന്തു കഥയാണ്? ഞാൻ വളരെ ശബ്ദം താഴ്ത്തി സൗമ്യമായി ചോദിക്കട്ടെ, 26-ാം തീയതി പോളിംഗ് അവസാനിക്കുന്നത് വരെ എന്തേ നാവ് പൊങ്ങിയില്ല? അതുവരെ നടന്ന പ്രചാരവേല എന്തുകൊണ്ട് എതിർത്തില്ല? ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരാരും UDFന്റെ സ്ഥാനാർത്ഥി വർഗീയവാദിയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അച്ഛൻ പത്തായത്തിലുമില്ല എന്നൊരു വർത്താനം ഉണ്ടല്ലോ, അല്ലേ? അങ്ങനെ പറഞ്ഞാൽ പോരെ? അച്ഛൻ പത്തായത്തിലും ഇല്ല എന്ന് പറഞ്ഞാൽ പത്തായത്തിലുണ്ട് എന്നാണ്, ഉണ്ട് എന്നാണല്ലോ അതിന്റെ ധ്വനി. 26-ാം തീയതി വരെ കാണിച്ച കോസാലിസം വീട് കയറി പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞില്ല, ഒന്നിനെയും തള്ളി പറഞ്ഞില്ല, എതിർത്തില്ല. അങ്ങനെ ശൈല ടീച്ചർ എന്ന മഹൽ വ്യക്തിത്വത്തെ വർഗീയവാദിയായി ചിത്രീകരിച്ച് വീട് തോറും കയറി പ്രചാരവേല നടത്തിയ സ്വന്തം പ്രവർത്തകന്മാരെ തള്ളിപ്പറയാനോ അതിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യാത്ത ഒരാൾ ഇക്കാര്യത്തിൽ സംശയത്തിന്റെ നിഴലിലാണ്. വർഗീയവാദം പ്രചരിപ്പിക്കുന്നവരെ, രാഷ്ട്രീയം പറയാതെ വർഗീയമായ ചേരിതിരുണ്ടാക്കി ജനങ്ങളിൽ സ്പർദ്ധ വളർത്താൻ പരിശ്രമിക്കുന്നവരെ വർഗീയവാദി എന്നല്ലാതെ മഹാത്മാഗാന്ധി എന്നാണോ വിളിക്കേണ്ടത്? ആണോ? കാന്തപുരം അബൂബക്കർ മുസല്യാർ, AP അബൂബക്കർ മുസല്യാർ, അദ്ദേഹം ബഹുമാന്യനായ ഒരു മതപണ്ഡിതനാണ്, സമുദായ നേതാവാണ്. വന്യവയോധികനായ എല്ലാവരും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡ് കൃത്രിമമായി സൃഷ്ടിച്ച് വക്രീകരിച്ച് എന്തെല്ലാമാണ് വർഗീയ ധ്വനിയോടുകൂടി പ്രചരിപ്പിച്ചത്? തെറ്റാണെന്ന് പറഞ്ഞോ? അതിനെ ന്യായീകരിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞ് ശരിയായില്ല എന്ന നിലപാട് സ്വീകരിക്കാത്ത ആളുകൾ ആരായാലും അവരെ പുണ്യാളന്മാരെന്നാണോ വിളിക്കേണ്ടത്?
അവരെ മഹത്വവൽക്കരിക്കാൻ കഴിയുമോ? ശൈല ടീച്ചർ ഒരു ദിവസം മറ്റേ റിപ്പോർട്ടറല്ലേ, നമ്മളെ ഡോക്ടർ അരുണിന്റെ ചാനൽ റിപ്പോർട്ടർ, അതിൽ ഡോക്ടർ അരുണ് ടീച്ചറുമായി ഒരു അഭിമുഖം, ഒരു സംഭാഷണം. അതിൽ ടീച്ചർ പറയാത്ത കാര്യം പറഞ്ഞെന്ന് വരുത്തി കട്ട് ചെയ്ത്